പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് കർത്താവിലേറെ പ്രസിദ്ധനും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പ്രിയ പോൾസൺ പുല്ലുവഴിയിലാണ് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം പങ്കുവയ്ക്കാൻ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും വളരെ അനുഗ്രഹവും മാർഗദർശിയുമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ പോൾസൺ പുല്ലുവഴിയിലെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ദേവദാസനെ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് പോൾസൺ പുല്ലുവഴി എന്നാണ്. എറണാകുളം ജില്ലയ്ക്ക് അടുത്ത് പെരുമ്പാവൂര് തൊട്ട് സമീപപ്രദേശമാണ് പുല്ലുവഴി. പുല്ലുവഴിയിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അപ്പം തന്നെ ബിസിനസ്സുണ്ട്. എൻ്റെ ഭാര്യ വിനീത, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ കുടുംബമായിട്ട് പെരുമ്പാവൂരിൻ്റെ പ്രദേശത്ത് കർത്താവിൻ്റെ വേലയോടും ജോലിയോടും മൊത്തത്തിൽ കർത്താവ് ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് വിശ്വസത്തോടെ നിൽക്കുവാനും ജയിലിലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ചെറുതുമിതുമായ ആവശ്യങ്ങളുടെ നടുവിലും മിനിസ്ട്രിയുടെ നടുവിലും കർത്താവ് എന്നെ ഉപയോഗിക്കപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ബാല്യകാലം മുതലുള്ള നല്ല ഓർമ്മകൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേക അരോമ ടിവിയുടെ പ്രിയപ്പെട്ട ഇതിന്റെ ചാനലില് വളരെ പ്രസിദ്ധമായ ഒരു ചാനലാണ് ഞാൻ അറിയാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ ചാനലിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വാത്സല്യ ദൈവദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും അരോമ ടിവി ചാനലുള്ള മുഴുവൻ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ എളിയവന്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തന്ന അല്ലെങ്കിൽ ഈ ടി വി എനിക്കൊരു അവസരം തന്നതിൽ ഞാൻ അതിയായ സന്തോഷവാനാണ്. തീർച്ചയായിട്ടും എല്ലാ മഹത്വവും ദൈവത്തിന് ഞാൻ അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ എനിക്ക് ഇങ്ങനെ അവസരം തന്നതിൽ ഞാൻ ഒരിക്കൽ കൂടെ നന്ദിയുള്ളവനാണ്, കടപ്പെട്ടവനാണ്. തീർച്ചയായിട്ടും എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ ജീവിതാനുഭവം പങ്കിടുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇത്ര നാൾ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നവരെ, പക്ഷേ തികച്ച് വ്യത്യസ്തമായ ഒരു സാക്ഷ്യം കേൾക്കുവാൻ എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് മാധ്യമങ്ങളിലൂടെ എൻ്റെ സാക്ഷ്യം പറയുവാനുള്ള അവസരം ലഭിച്ചു. എന്നാൽ അതിനും തികച്ച് വ്യത്യസ്തമായിട്ട് അരോമ ടിവിയിലൂടെ ഒരു പ്രാവശ്യം കൂടെ അനുഭവം തുറന്നു പറയാൻ അവസരം തന്നതിലും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ ആദ്യ മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ സാന്നിധ്യവും മഹത്വം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ജീവിതാനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ ദൈവദാസൻ പ്രത്യേകിച്ച് പറഞ്ഞത് ആദ്യമേ പരിചയപ്പെടുത്താൻ ഞാൻ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ എൻ്റെ സംസാരം കേട്ടാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ടാണ് മലയാളം സംസാരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഒരു മലയാളിയല്ല, ഞാനൊരു തമിഴ്നാട്ടുകാരനാണ്, ഒരു തമിഴനാണ്. എൻ്റെ സംസാരത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് ഫീൽ ചെയ്തെന്ന് വരില്ല. കാരണം നിങ്ങൾ സംസാരിക്കുന്ന പോലെ ഞാനും സംസാരിക്കുന്നു. നിങ്ങൾ ഏത് വാക്ക് പറയുന്നു ആ വാക്കുകൾ ഞാൻ എന്ത് ചെയ്യും, കൃത്യമായി പറയും. ഒരു വ്യത്യാസം വരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിപ്പോ പാസ്റ്റർ ഇത് കേൾക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ പാസ്റ്റർ ഗ്രഹിക്കാൻ കഴിയുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനൊരു തമിഴ്നാട്ടുകാരെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 10-25 വർഷം പഴക്കമുള്ള, ഒരു 30 വർഷം പഴക്കമുള്ള തമിഴ്നാട്ടുകാരായിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ഏത് ഭാഷക്കാരെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് ഈ ഴ വഴയില്ല. ഈ ഴ എന്ന് പറയുന്നത് വഴി, വാഴപ്പഴം, കോഴി, ഈ ഴ വഴയാൻ വലിയ പാടാണ്. കാരണം അതൊരു നാക്കിൽ വരില്ല. പക്ഷെ എൻ്റെ സംസാരത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നാൽ
കർത്താവിന്റെ വചന ശുശ്രൂഷയോടനുബന്ധിച്ചും ദൈവത്തിന്റെ കൃപയോടും അഭിഷേകത്തെ നിറഞ്ഞപ്പോൾ എന്റെ ഭാഷയ്ക്ക് വ്യത്യാസം വന്നു. ഇത്രയും നേരം ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു 50 വാക്ക് സംസാരിച്ച ഒരു വാക്കെങ്കിലും എന്തെങ്കിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കൃപയാൽ കർത്താവ് എന്നെ നിർത്തുന്ന ദൈവകൃപയ്ക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സ്തോത്രം. എന്റെ അപ്പന്റെ പേര് അരുണാചലം, എന്റെ അമ്മയുടെ പേര് ചിത്ര, എന്റെ പേര് പോൾസൺ. ഞങ്ങള് തമിഴ്നാട് തിരുനെൽവേലി പുളിയമ്പട്ടി എന്ന കൊച്ചു ഗ്രാമത്തിൽ വളരെ സമൃദ്ധിയോടുകൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. അന്നത്തെ കാലത്ത് 2 ഏക്കർ 10 സെന്റ് സ്ഥലമുണ്ടായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നു, 2 സൈലൻസറുള്ള വണ്ടി ഉണ്ടായിരുന്നു, മനോഹരമായ വീടുണ്ടായിരുന്നു, വസ്തുക്കൾ ഉണ്ടായിരുന്നു, ആടുമാടുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് എൻ്റെ അപ്പൻ 8ാം ക്ലാസ് പഠിച്ച ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ അമ്മ അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു മാതാവായിരുന്നു എൻ്റെ മാതാവ്. അങ്ങനെ എനിക്ക് മുകളിൽ 2 ചേച്ചിമാരാണ്. എൻ്റെ മൂത്ത ചേച്ചിയുടെ വിവാഹം തമിഴ്നാട്ടിൽ വെച്ച് ആണ് വിവാഹം കഴിഞ്ഞത്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ, ഹൈന്ദവ പശ്ചാത്തലത്തിൽ 33 കോടി ദൈവങ്ങളെ ആരാധിച്ച ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ടവനാണ്. അല്ലെ പ്രേക്ഷകരോട് ദൈവം സത്യ സുവിശേഷം അറിഞ്ഞ് രക്ഷയുടെ മാർഗത്തിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും കൊണ്ടുവരുവാൻ കർത്താവ് എന്നെയും സ്നേഹിച്ചതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവജനം പറയുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കാണുന്ന ഒരു ദൈവം. പ്രേക്ഷകരോട് ആ ദൈവത്തെ ആരാധിക്കുവാൻ, ആ ദൈവത്തെ സ്നേഹിക്കുവാൻ, ആ ദൈവത്തെ പ്രസംഗിക്കുവാൻ, ആ ദൈവത്തിനോട് വിശ്വസത്തോടെ നിൽക്കുവാൻ ഇന്ന് രാത്രി ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് ജീവനോട് തന്നെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. തിരുനെൽവേലി എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. പ്രത്യേകം ഞാൻ എൻ്റെ പശ്ചാത്തലങ്ങൾ പറഞ്ഞു വരുമ്പോൾ മണിക്കൂറോളം പോകാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അവതരിപ്പിക്കുവാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധയോട് കേൾക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ രക്ഷിച്ച ദൈവം നിങ്ങളെ നിശ്ചയമായി രക്ഷിക്കുവാൻ ഇടയായിത്തീരും. എന്നെ അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ ഇന്ന് മാനിച്ച ദൈവം നിങ്ങളെ മാനിക്കുവാൻ ഇടയായിത്തീരും എന്ന് മാത്രം പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. തിരുവചനത്തിന്റെ ഭാഗത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. 113 സങ്കീർത്തനം 5, 6, 7 വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായി പറയുന്നു, അവൻ ആകാശത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുന്നു, അവൻ എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ഒരു ദൈവം. ഞാൻ പ്രാരംഭത്തിൽ ഒന്നുകൂടെ പറയുന്നു, അവൻ ആകാശത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുന്നു, അവൻ എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ദൈവം. ഈ കുപ്പ എന്ന് പറയുന്നത് എല്ലാവരും സ്വാഭാവികമായി ചിന്തിച്ചു നിൽക്കുക. നാം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സാധനം, അല്ലെങ്കിൽ അതൊരു ആർക്കും വേണ്ട, നമ്മുടെ നല്ല സാധനങ്ങളൊന്നും ആരും വലിച്ച് പുറത്തേക്ക് എറിയില്ല. എല്ലാം അത് അലമാരിയിലോ മറ്റുള്ള വിലപ്പെട്ട സാധനങ്ങൾ എന്ത് ചെയ്യും, സൂക്ഷിക്കും. എന്നാൽ കുപ്പ എന്ന് പറയുന്നത് ആർക്കും വേണ്ടാത്ത സാധനത്തെ ദൈവത്തിന് ആവശ്യമാണെന്നുള്ള ഒരു ജീവിതാനുഭവമാണ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നും ഞാൻ പറയാൻ പോകുന്നത്. ആ വാക്യം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദൈവം എഴുതിയതാണെന്നുള്ള വിശ്വാസവും ഉത്തമ ബോധ്യവും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്നും, അവൻ എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ദൈവം. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ചാൽ നമ്മുടെ ഏത് പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് കൃത്യമായി മറുപടി നൽകുന്ന വേറൊരു ദൈവമില്ലെന്ന് കൃത്യമായി ഞാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഹൈന്ദവ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് തമിഴ്നാട്. കേരളത്തിന്റെ ഒരു വേറൊരു രീതിയാണ്. തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. പട്ടി ദൈവമാണ്, പൂച്ച ദൈവമാണ്, എലി ദൈവമാണ്, മൃഗം ദൈവമാണ്, കല്ല് ദൈവമാണ്, വെളിച്ചം ദൈവമാണ്, വണ്ടി ദൈവമാണ്, സകല 33 കോടികൾ തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു അന്ധകാരത്തിന്റെ അധീനതയിൽ നിന്നും ദൈവം എന്റെ കുടുംബത്തെ രക്ഷിച്ചതിനായി ഞാൻ ഇന്ന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെ അരുണാചലം കുടുംബത്തെ ഞാൻ പറഞ്ഞത് എന്റെ അപ്പൻ അന്നത്തെ കാലത്ത് 8ാം ക്ലാസ് പഠിച്ചതാണ്. എന്റെ പേര് പോൾസൺ പുല്ലുവഴി എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് എന്റെ കുലദൈവത്തിന്റെ പേരായിരുന്നു എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ പേര് നിങ്ങൾക്ക് പറയാം.
എന്റെ പേര് കറുപ്പസ്വാമി എന്നായിരുന്നു. ഒരു കുലദൈവത്തിന്റെ പേരാണത്. അങ്ങനെയാണ്. കുലദൈവത്തിന്റെ പേരെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് സ്വാമികൾ അറിയപ്പെടുന്ന ഒരുപാട് 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 ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ എല്ലാം ദൈവമാണ്. അത്രയും മാത്രം അന്ധകാരം നിറഞ്ഞ ഒരു പ്രദേശത്ത് നിന്നാണ് എന്റെ കുടുംബത്തെ ദൈവം രക്ഷിക്കുവാനിടയായിട്ടുള്ളത്. ഒരു 25 കൊല്ലം പുറകിലേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കണം. കാരണം ഞാൻ ഈ പറഞ്ഞ ജീവിത അനുഭവം ഒരുപക്ഷെ ഇന്നോ ഇന്നലെയോ നാളുകളോ നടന്നൊരു കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളെന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് പുറകിലേക്ക് പോകാനായിട്ട് പറയുന്നത്, ചിന്തിക്കുന്നത്. നിങ്ങൾ ആ ലെവലിൽ എന്ത് ചെയ്യണം, ചിന്തിക്കുകയും ആ ലെവലിൽ കണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് മഹാത്മ്യവും മഹത്വവും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ദൈവത്തിന് അല്പത്തിലും അധികത്തിലും വിശ്വസനായിരുന്ന ദൈവം നമ്മളെ കാര്യവിചാരകനാക്കുന്ന ഒരു ദൈവമാണെന്നുള്ളത് എനിക്ക് എന്റെ വിശ്വാസം മൂലം, അല്ലെങ്കിൽ എന്റെ ദൈവം തന്നിരിക്കുന്ന സാക്ഷ്യം മൂലം എനിക്ക് പറയാൻ സാധിക്കും. അങ്ങനെ വർഷത്തിലൊരിക്കൽ എന്റെ കുടുംബത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. അത് കുലദൈവത്തിന്റെ അടുക്കൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന കറുപ്പസ്വാമിയുടെ അടുക്കലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെതാകുന്ന എല്ലാ കുറ്റങ്ങളും ബലഹീനതകളും എല്ലാ പാപങ്ങളും ഈ ആട്ടിൻകുട്ടിയിൽ അർപ്പിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മള് പോകാൻ. അങ്ങനെ പോകുന്ന ഈ സമയങ്ങളിൽ വർഷത്തിലൊരിക്കൽ അങ്ങനെ പോകും. എന്റെ അപ്പനാണ്, ഞാൻ പറഞ്ഞു, എന്റെ അപ്പനെ കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. മുഴു മദ്യപാനിയായ ഒരു മനുഷ്യനായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ലോഡ് കണക്കിന് ആടുകള് വാങ്ങിക്കൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് മാനായിരുന്നു എന്റെ പിതാവ്. അത്യാവശ്യം സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു വന്നൊരു കാലഘട്ടം എന്റെ പിതാവിനുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കൂട്ടുകെട്ടുകളുണ്ടായിരുന്നു. നന്നായിട്ട് മദ്യപിക്കും. എന്റെ അമ്മയാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരു സ്ത്രീയാണ്. ഞാൻ ആ ഒരു പശ്ചാത്തലം ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വർഷത്തിലൊരിക്കൽ കുലദൈവത്തിന്റെ അടുക്കൽ ഞങ്ങൾ പോകും. എല്ലാവരും സ്വാമി തൊഴുത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദുഷ്ട ശക്തി എന്റെ അപ്പന്റെ ശരീരത്തിലേക്ക് ആവഹസിക്കുവാനിടയാകും. അങ്ങനെ ആവഹസിക്കുന്ന സമയത്ത് കയ്യിൽ ഒരു കൊടുവാൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഉറഞ്ഞിങ്ങനെ തുള്ളും. ഞങ്ങൾ കണ്ടിട്ടൊന്നും എനിക്കറിയില്ല, അത് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടാൻ സാധിക്കും. തമിഴ്നാടിന്റെ ഈ ആടിനെ കണ്ടിക്കുന്ന ഭാഗം. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദുഷ്ടശക്തി ഒറ്റ വെട്ടിന് ആടിനെ 2 കഷ്ണമാക്കി. അങ്ങനെ അവര് മാത്രമല്ല, ഓരോ ആളുകളും കൊണ്ടുവരും. അങ്ങനെ ആടുകൾ 2 കഷ്ണമാക്കി. അത്രയുമാത്രം അന്ധകാരത്തിൽ കിടന്ന അരുണാചലത്തെ ദൈവം അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ സാക്ഷ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാനിടയായി വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പോകുന്ന സ്ഥാനത്ത് എന്റെ വീടിനകത്ത് എന്റെ മൂത്ത സഹോദരിയുടെ കല്യാണം അന്നത്തെ രീതിയിൽ വളരെ സാമ്പത്തികമായിട്ട് നല്ല ഭംഗിയായിട്ട് അവളുടെ വിവാഹം കഴിഞ്ഞ് അവളവിടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുവാനിടയായി. ആ സമയങ്ങളിലൊന്നും ജീവിതത്തിനകത്ത് യാതൊരു പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളോ ഒന്നുമില്ല. വളരെ സമൃദ്ധിയായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് എന്റെ വീട്ടിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. അതുപോലെ നല്ല രീതിയിൽ ജീവിച്ചു വന്നവരാണ്. എന്നാൽ സാഹചര്യം ചില നാളുകൾ, ചില വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സാഹചര്യം 5,80,000 രൂപയുടെ കടഭാരം ഒരു 25 കൊല്ലം പുറകിലേക്കൊന്ന് വരണമെന്ന് ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം. അന്നത്തെ കാലത്ത് ചായക്ക് 1 രൂപ താഴെ വിലയുള്ളൂ. 1 രൂപയ്ക്ക് താഴെയാണ് അരിക്ക് വിലയുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് ഈ കാണുന്ന വികസനമോ ഡെവലപ്മെന്റോ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടില്ല, അനുഭവിക്കാത്ത ഒരു കാലഘട്ടം. തികച്ചും വ്യത്യസ്തമായി പിതാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മളൊന്ന് കടന്നു വന്നെങ്കിൽ മാത്രമാണ് ഈ സാക്ഷിയുടെ വലിപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അന്നത്തെ കാലത്ത് 5,000 രൂപ ഉണ്ടായാൽ ഇന്നത്തെ കാലത്ത് ഒരു 15 ലക്ഷം രൂപയുടെ മതിപ്പുണ്ടാകും. അത്രയും മാത്രം ഡിഫറൻ്റ് ആയി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ 5,80,000 രൂപയുടെ കടഭാരം വന്ന് അരുണാചലം കുടുംബവും ആത്മഹത്യക്ക് പോയ ഒരു സാഹചര്യം എത്തുകയാണ്. അങ്ങനെ അച്ഛൻ ഞങ്ങളെ കൂടാതെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു. എന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടുകൊണ്ട് എന്റെ അപ്പൻ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിയുവാനിടയായി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. വീടിനകത്തേക്ക് ആളുകൾ വരാൻ തുടങ്ങി, കടക്കാർ വരാൻ തുടങ്ങി. അപ്പൊ എന്റെ അമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയും, അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പോവാം, അല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞ് പോവാം, നിങ്ങൾ വരുമ്പോൾ പൈസ തരാം എന്നൊക്കെ. അച്ഛനെങ്ങും പോയിട്ടുണ്ടാവില്ല. മച്ചിട്ട വീട്, അന്ന് വലിയ വീടാണ്, മച്ചിട്ട വീട്. അതിന്റെ മേളിൽ നിന്ന് ഒളിച്ചും പാത്തിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. അതുപോലെ കടഭാരം വന്നു. കടഭാരം വന്നപ്പോൾ 2 ഏക്കർ 10 സെന്റ് സ്ഥലം നഷ്ടപ്പെട്ടു, വണ്ടി നഷ്ടപ്പെട്ടു. വീടിനകത്തേക്ക് കടക്കാർ വരും. കടക്കാർ വരുമ്പോൾ പാത്രങ്ങൾ കൊണ്ടുപോകും, മറ്റുള്ള ഫർണിച്ചറുകൾ കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒടുക്കം നമ്മുടെ അടിവസ്ത്രങ്ങളും എല്ലാം ആളുകൾ പറക്കിക്കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഒടുക്കം വീടിന്റെ മച്ചിട്ട വീടായിട്ട് ഓടായിരുന്നു, ഓട് വരെയും ആളുകൾ ഇളക്കി കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് അരുണാചലത്തിന്റെയും ചിത്രയുടെയും ഞങ്ങളുടെ കുടുംബം ആ ലെവലിലേക്ക് എത്തിപ്പെടുവാനിടയായി. ഞങ്ങൾ ആരാധിച്ച ദൈവങ്ങൾ ഞങ്ങളെ കൈവിട്ടു. ഈ പ്രശ്നം എന്താണ് ഇങ്ങനെ വന്നത്, എന്തായിരിക്കും ഇങ്ങനെ വരാനുള്ള കാരണം
എന്നൊക്കെ ചിന്തിച്ച് പല സ്ഥലങ്ങളിലും പല ദിശകളിലും പല സ്ഥലങ്ങളിലും പോകാത്ത അമ്പലങ്ങളില്ല, പള്ളികളില്ല, നേർച്ച കാഴ്ചകളില്ല, പരിഹാരത്തിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ കയറിറങ്ങിയതാണ്. എന്നാൽ അവിടെ ഒന്നും ഒരു പരിഹാരമോ മറ്റുള്ള ഒന്നും ലഭിക്കുവാൻ ഇടയായി തീർന്നില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങളെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഞാൻ 1-ാം ക്ലാസ് മുതൽ 3-ാം ക്ലാസ് വരെ തമിഴ്നാട്ടിൽ പഠിക്കുന്ന സമയമാണ്. എനിക്ക് താഴെ ഒരു അനിയനുണ്ട്, എനിക്ക് തൊട്ട് മുകളിൽ ഒരു ചേച്ചിയുണ്ട്. ഞങ്ങൾ 3 പേരും അച്ഛനും അമ്മയുമാണ് ആ വീട്ടിലുള്ളത്. എന്റെ മൂത്ത ചേച്ചി കല്യാണം കഴിച്ച് അവളുടെ വീട്ടിൽ പോയതുകൊണ്ട് അവിടെ ഇതൊന്നും അറിയുന്ന ഒരു സാഹചര്യമില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. തികച്ചും പട്ടിണിയുടെ അനുഭവങ്ങളിലായിരുന്നു ഞങ്ങളുടെ കുടുംബം പോയിക്കൊണ്ടിരുന്നത്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതിരിക്കുന്ന സ്ഥാനത്ത് അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത എന്റെ മാതാവ് ചിത്ര എന്റെ അമ്മ മണിക്കൂറോളം നടന്ന് റേഷൻ കടയിൽ പോയി റേഷൻ അരിയും കൂട്ടത്തിൽ വിഷക്കുപ്പിയുമായി വാങ്ങി വന്ന് ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി എന്റെ കുടുംബം തീരുമാനിക്കുവാനിടെ എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യണം. അപ്പന്റെ തീരുമാനം ഞാൻ മരിച്ചാൽ മാത്രം പോലെ എന്റെ കുഞ്ഞുങ്ങളും എന്റെ ഭാര്യയും എല്ലാവരും മരിക്കുക, എന്നെങ്കിൽ മാത്രമാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ അപ്പൻ എല്ലാവരുമായിട്ട് ആത്മഹത്യക്ക് വേണ്ടി ഇരിക്കുന്ന ഒരു സമയം ഒറ്റ രാത്രി വിഷം കഴിച്ച് കഞ്ഞിക്കകത്ത് കുടിച്ച് തീർക്കാൻ വേണ്ടി നിൽക്കും. ഞങ്ങൾക്ക് ഇത് എന്താണ് ഒഴിച്ചു തരുന്ന പോലെ അറിയാൻ ചോദിക്കാൻ പറ്റാ അത്രയും മാത്രം അറിവില്ലാത്തൊരു കാലഘട്ടത്താണ് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയാക്കി. എന്റെ പിതാവും മാതാവും അന്നും ഇന്നും ഇത് പറയുവാനിടയായി ഞാൻ വന്ന വഴികൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും മറക്കരുതെന്ന് എപ്പോഴും പിതാവും മാതാവും എന്നെ ബുദ്ധി ഉപദേശിക്കാറുണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാൻ കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും ജീവിതത്തിൽ അറിഞ്ഞ ഒരുപാട് നഗ്ന സത്യങ്ങൾ എന്റെ ജീവിതത്തിനകത്തുണ്ട്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അന്ന് രാത്രി ആത്മഹത്യക്ക് വേണ്ടിയിരിക്കുന്ന സമയം, മരിച്ചാൽ 5 പേര് ഒരു മനുഷ്യൻ അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നത്തെ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറി പാർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവര് കുടിയേറി പാർക്കുക മാത്രമല്ല, അവർക്ക് ജോലിക്കും മറ്റും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടി പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും എന്റെ അമ്മ വീട്ടിനകത്ത് ഇരുന്നു കൊണ്ട് വീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അതൊന്നും ചിന്തയിലില്ല. പക്ഷെ ഇത് മരിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത് ഇതെല്ലാം ഒഴിച്ചു നിൽക്കുന്ന സമയത്ത് എന്റെ അമ്മയുടെ ബുദ്ധിക്കകത്ത്, വിദ്യാഭ്യാസമില്ലാത്ത ബുദ്ധിക്കകത്ത് ഒരു തോന്നൽ, ആ ഒരു തോന്നൽ ഒരുപക്ഷെ സ്വർഗത്തെ ദൈവം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അത്ഭുതം ചെയ്തിട്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. കാരണം അന്ന് എന്റെ അമ്മയുടെ ഉള്ളിൽ തോന്നാം, നമ്മൾ എന്തിനാ മരിക്കുന്നത്? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും പൊക്കൂടെ, ഒളിച്ചോടി പോയി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പണിയെടുത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പോറ്റിക്കൂടെ എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ഒരു ശബ്ദം, അല്ലെങ്കിൽ ഒരു ചിന്ത, അത് നസറേത്തുകാരനായ യേശുവാണ് എന്റെ അമ്മയിൽ പറഞ്ഞതായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്കത് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. കാരണം എന്റെ അമ്മയ്ക്ക് അന്നും ഒന്നും അറിയില്ല, ഇന്നും അങ്ങനെ തന്നെ ഒരു രീതിയിൽ പോകുന്ന ഒരു മനുഷ്യയാണ് എന്റെ അമ്മ. എന്താ പറയുക, അത്രയും വിദ്യാഭ്യാസമാണ് എന്റെ മാതാവിനുള്ളത്. ഞാനിത് കുറച്ചിലായിട്ട് പറയുന്നതല്ല, കാരണം അവരുടെ രീതി അതാണ്. കാരണം നമ്മൾ വിദ്യാഭ്യാസം നേടിയതുകൊണ്ടോ ഒന്നുമില്ല. അവരൊക്കെ പണ്ടത്തെ കാലത്ത് എങ്ങനെയാണോ ആ രീതി തന്നെയാണ് ഇന്നും ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്രകൃത രീതിയുള്ള ഒരു മാതാവാണ് കൃപയാൽ എനിക്കുള്ളത്. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ് എനിക്കുള്ളത്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ആ മാതാവിന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നത് കൊണ്ടാണ് സ്വർഗത്തിലെയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജീവനോടെ ഞാൻ നിങ്ങളുടെ ഈ TV ചാനലിന്റെ മുമ്പിൽ വന്ന് ഈ ദൈവത്തെ കുറിച്ച് പറയുവാനും എന്റെ ജീവിത അനുഭവത്തെ കുറിച്ച് പറയുവാനുള്ള ഒരു അവസരം ഉണ്ടായെന്നുള്ള കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ എങ്ങനെയെങ്കിലും നാട് വിടും. പകല് പോയ ആളുകൾ പിടിച്ചു നിർത്തും. അങ്ങനെ രാത്രി വീടിനകത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ച് എന്നെയും എന്റെ അനിയനെയും എന്റെ സഹോദരിയും മണിക്കൂറോളം നടന്ന് എന്റെ അമ്മയുടെ വീട്ടിൽ കൊണ്ട് എന്നെയും എന്റെ അനിയനെയും ചേച്ചീനെയും ആക്കിയിട്ട് അപ്പനും അമ്മയും അമ്മയുടെ കയ്യിൽ തുച്ഛമായ ചില രൂപകൾ മാത്രം വാങ്ങിക്കൊണ്ട് എങ്ങോട്ട് പോകണം, എന്തായി തീരും, എവിടെ ചെല്ലണം എന്നറിയാതെ വണ്ണം അവര് പെരുമ്പാവൂർ ദേശത്തേക്ക് ബസ് കയറുവാനിടയായി. അന്നത്തെ കാലത്ത് പെരുമ്പാവൂർ എറണാകുളം ജില്ലയിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ അവർ ആ കൂട്ടത്തിൽ പെരുമ്പാവൂർ ഒന്ന് ബസ് ഇറങ്ങി. പരിചയക്കാരില്ല, സുഹൃത്തുക്കളില്ല, കിടക്കാൻ കിടപ്പാടമില്ല, ആര് സഹായിക്കും, ഉടുതുണിക്കും മറുതുണിയില്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമൃദ്ധിയായി ജീവിച്ച മനുഷ്യൻ ഇന്ന് തികച്ചും ഒറ്റപ്പെട്ട് ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ട് തെരുവിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അരുണാചലത്തിന്റെ കുടുംബത്തെ ആ തലങ്ങളിലേക്ക് എത്തുവാനിടയായി. എന്റെ അച്ഛനാണെങ്കിൽ 10 രൂപ കിട്ടിയെങ്കിൽ ആ 10 രൂപ അങ്ങനെ തന്നെ ചെലവാക്കും. കാരണം അതുപോലെ കുടിക്കും. എന്റെ അമ്മ 1 രൂപ കിട്ടിയാൽ അത് 10 രൂപയാക്കി സ്വരൂപിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് രണ്ടുപേരും. അങ്ങനെ പെരുമ്പാവൂർ ഒന്ന് ബസ് ഇറങ്ങി എങ്ങോട്ട് പോകണം, ആര് സഹായിക്കും, എവിടെയാണ് കിടന്നുറങ്ങേണ്ടെന്ന് അറിയാം. എന്റെ അമ്മയ്ക്ക് അന്ന് പ്രായം കുറവാണ്. ഞാൻ പറഞ്ഞ എന്റെ അമ്മയ്ക്ക് പ്രായം കുറവാണ്. അങ്ങനെ അമ്മ അച്ഛനും അമ്മയും പെരുമ്പാവൂർ ഒന്ന്
ബസ് ഇറങ്ങിയിട്ട് കിടക്കാൻ കിടപ്പാടമില്ലാത്തത് കൊണ്ട് പെരുമ്പാവൂര് KSRTC സ്റ്റാൻഡിൽ കിടന്ന് എൻ്റെ അപ്പനും അമ്മയും അന്തി ഉറങ്ങിയിട്ടുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ മനോഹരമായി വീട്ടിൽ കിടന്നുറങ്ങിയതാണെങ്കിലും അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അവർ പെരുമ്പാവൂർ KSRTC സ്റ്റാൻഡിൽ കൊണ്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. കടത്തിണ്ണകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ആരും വീട് തരത്തില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാർ ആരും വീടുകൾ കേട്ടില്ല ആ കാലഘട്ടങ്ങളിൽ. അല്ലെങ്കിൽ നമുക്കൊരു വീട് വാടകയ്ക്കാണെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തണം. അങ്ങനെ ആരും എൻ്റെ അപ്പനും അമ്മയും പരിചയപ്പെടുത്തിയില്ല. അങ്ങനെ അവര് ജീവിതം വഴിയിലും അവരുടെ കടത്തിണ്ണകളിലും മറ്റുള്ള കാര്യങ്ങളിലുമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുവാനുണ്ട്. എൻ്റെ അപ്പനും അമ്മയും എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അവർക്ക് ഇന്നത്തെ സംവിധാന രീതിയിൽ ഫോണില്ല, മറ്റുള്ള ഒരു കാര്യങ്ങളുമില്ല. ഞങ്ങളെ അമ്മയുടെ വീട്ടില് നിർത്തി അവിടെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അപ്പനും അമ്മയും ഒരു തൊഴിൽ അന്വേഷിച്ചു പോയി. ആരും തൊഴിൽ കൊടുത്തില്ല. എന്ത് തൊഴിൽ ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പ്രാരംഭത്തിൽ തുടങ്ങിയപ്പോൾ ഒരു തൊഴിലിന്റെ ഒരു വചനത്തിന്റെ ശിഖരം ഒരു ഭാഗം നമ്മൾ വായിച്ചിരുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ദൈവം. ആ ദൈവത്തെയാണ് ഇന്ന് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചെങ്കിൽ ആ ദൈവം നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് പ്രതിസന്ധികളെയും മാറ്റിമറിക്കുവാൻ കഴിവുള്ളതാണെന്നും ഞാൻ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസിക്കാൻ തയ്യാറായാൽ ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ ദൈവം നിങ്ങളെ മാറ്റുവാനും നിങ്ങളുടെ ജീവിതത്തെ തിരുത്തിയെഴുതുവാനും ദൈവത്തിന് സാധിക്കും. മറ്റാർക്കും സാധിക്കത്തില്ലെന്നുള്ള കാര്യം എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയും. ലോകത്ത് ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരെ കൊണ്ടൊന്നും ഒരുപക്ഷെ സഹായിക്കാം എന്നൊരു വാക്ക് പറയും. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു സഹായം കാണുമ്പോൾ വീണ്ടും നമ്മൾ അടുത്ത് ചെന്ന് വീണ്ടും അടുത്ത സഹായത്തിന് പോയാൽ ഒരുപക്ഷെ ലഭിച്ചെന്ന് വരില്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന ദൈവം, സർവശക്തനായ യേശു കർത്താവ്, എന്റെ രക്ഷിതാവ്, എന്നെ വീണ്ടെടുത്ത ദൈവം, എന്റെ കുടുംബത്തെ രക്ഷിച്ച ദൈവം, ആ ദൈവത്തിനെ ആശ്രയിച്ചാൽ എന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തിനും ദൈവത്തിനടുക്കൽ ചെന്നാൽ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ കുപ്പയിൽ നിന്നും തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരുടെ നടുവിൽ കൊണ്ടിരുത്തുന്ന ഒരു ദൈവമാണ്. ഇരുത്തുകയും മാത്രമല്ല ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇപ്പം ആർക്കും വേണ്ടാത്ത സാധനം. ഞാനൊരു തൊഴിൽ അന്വേഷിച്ച് പോയി. അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവര് വഴിയരിയിൽ കിടന്നൊരു ചാക്ക് അവർക്ക് കിട്ടി. ഒരു ചാക്കും പെരുമ്പാവൂർ ടൗണിൽ കൂടെ ജീവിതം എൻ്റെ അപ്പനും അമ്മയും ഉപ്പക്കുന്നുകളിൽ കൂടെ ഉപ്പിയും പാട്ടയും പ്ലാസ്റ്റിക്കും വേസ്റ്റും പറക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അപ്പനും അമ്മയും എത്തിക്കുവാനിടയായി. കാരണം ഒരു കാലഘട്ടത്ത് അവർ സമൃദ്ധിയായി ജീവിച്ചവരാണ്. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് കൂട്ടുകാരും ബന്ധുക്കാരും മറ്റുള്ള എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് സഹായിക്കുവാൻ ആരില്ലാതിരുന്ന സ്ഥാനത്ത് അവരുടെ ജീവിതം നടുത്തെറിവിലെത്തി. അവർ കുപ്പിയും പാട്ടയും പ്ലാസ്റ്റിക്കും ഉപ്പക്കുന്നുകളിൽ കൂടെ പറക്കുകയാണ്. ആരും വീടുകളിൽ കയറ്റാത്തത് കൊണ്ട്, മോഷ്ടിക്കാൻ വരുന്നവർ കൊണ്ട് അങ്ങനെ അവരെ വീടുകളിൽ കയറ്റത്തില്ല. അങ്ങനെ അതിന് ആ ഒരു അപ്പനും അമ്മയും പോവും. കിട്ടുന്ന പൈസ വിറ്റ് അപ്പം കുടിക്കും. അമ്മയ്ക്കാണെങ്കിൽ ജീവിതത്തിൽ സമാധാനമില്ലാത്ത, സന്തോഷമില്ലാതിരിക്കുന്ന ഒരു അനുഭവം. ഇവരെവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ 2-3 കൊല്ലത്തിന് ശേഷം എൻ്റെ അപ്പനും അമ്മയും ഒരു രാത്രി തമിഴ്നാട്ടിലേക്ക് വന്നു. ഒളിച്ചും പാത്താണ് വന്നത്. എന്നെ കൊണ്ടുവന്നു. എന്നെയാണ് എൻ്റെ അമ്മേനും അപ്പനെയും കാണാൻ ഏറ്റവും കൂടുതൽ എനിക്ക് മാതാപിതാക്കളെ കാണുന്ന ആഗ്രഹമുള്ളതുകൊണ്ട് എന്നെയാണ് എൻ്റെ അപ്പനും അമ്മയും ഏറ്റവും ആദ്യം കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായത്. കേരളത്തിലേക്ക് വന്ന വേഷം ഞാൻ പറയാം. ഉടുതുണിക്കും മറുതുണിയില്ലാത്തൊരു കാലഘട്ടം. ലെലുയ എന്റെ കീറ് ഷർട്ടും കീറ് നിക്കറുമായിട്ടാണ് ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് ബസ് ഇറങ്ങിയത്. കൊച്ചു ബാലൻ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയം. പക്ഷേ ആ സമയങ്ങളുടെ നടുവിൽ ആരും സഹായിക്കാനില്ലാത്ത സ്ഥാനത്ത്, ഉടുതുണിക്കും മറുതുണിയില്ലാത്തിരുന്ന സ്ഥാനത്ത് എന്റെ ജീവിതം പെരുമ്പാവൂർ പട്ടണത്തിൽ വന്ന് ഞാൻ ബസ് ഇറങ്ങി. ഞാൻ ചിന്തിച്ചു നല്ല രീതിയിലായിരിക്കും അപ്പനും അമ്മയും ജീവിക്കുമെന്നറിയുന്നല്ല. തികച്ചും വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. ഇങ്ങനെ അപ്പനും അമ്മയും ഈ ആക്രി പിറക്കാനായിട്ട് കുപ്പക്കുന്നുള്ളിൽ കൂടെ പോകും. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഒരു വീട് വാടകയ്ക്ക് ലഭിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. അങ്ങനെ പെരുമ്പാവൂര് കണ്ടന്തറ കാരത്തുകുടി അബ്ദുൽ ഖാദറിന്റെ വീട്ടില് ഒരു വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് ലഭിച്ചു 100 രൂപയ്ക്ക്. ഒരു പശുത്തൊഴുത്താണ് വീട്. ആ വീട്ടില് ഞങ്ങൾ കുടുംബമായി അന്തി പാർക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഒരു പശു കിടക്കുന്ന ഒരു തൊഴുത്ത്, അത്രയേ ഉള്ളൂ. അത്രയും നീളവും വീതിയും മാത്രമുള്ള ഒരു സ്ഥലത്ത് ഞാനും അച്ഛനും അമ്മയും അന്തി ഉറങ്ങിയിട്ടുണ്ട്. തിരുവചനത്തിൽ നോക്കിയാൽ നമ്മുടെ തമ്പുരാനും കിടന്ന സ്ഥലം പശുത്തൊഴുത്താണ്. വേറെ ഒരു സ്ഥലം കിട്ടാത്തതുകൊണ്ട്. പക്ഷെ അവിടെ നിന്നുള്ള അനുഗ്രഹമാണ് എന്റെ നിന്റെ കുടുംബത്തിൽ വന്നെങ്കിൽ ആ അനുഗ്രഹം അരുണാചലത്തിന്റെ കുടുംബത്തെയും ദൈവം തേടി വന്നതായിട്ടാണ്
ഇന്ന് രാത്രി ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ അബ്ദുൽ ഖാദർ കട വീണ്ടും വാടകയ്ക്ക് ആവശ്യമുണ്ട്. അതിരാവിലെ പോകണം. കാരണം ഞങ്ങൾ മാത്രമല്ല, വേറെ ആളുകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് അവിടെ ഈ സാധനം കിട്ടാൻ വലിയ പ്രയാസമാണ്. വീടുകളിൽ കയറ്റാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അപ്പനും അമ്മയും അതിരാവിലെ പോകും. അങ്ങനെ അപ്പന്റെ അമ്മയുടെയും കൂടെ ഞാനും പോകും. കാരണം നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. തോളത്ത് ചാക്കിട്ടുകൊണ്ട് പെരുമ്പാവൂർ ടൗണിൽ കൂടെ കുപ്പിയും പാട്ടിയും പ്ലാസ്റ്റിക്കും വേസ്റ്റും പറക്കിക്കൊണ്ട് നടന്നവനാണ് ഞാൻ. ഹല്ലേലൂയ എന്ന് പറയുന്നതിൽ ഒരു ലജ്ജയുമില്ല. കാരണം ആ ദൈവം ഹല്ലേലൂയ പ്രൈസ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായിട്ട് ഈ വേദപുസ്തകം പിടിപ്പിക്കുവാൻ ദൈവം എന്നോട് കാണിച്ച ആ വലിയൊരു കരുണ മറ്റാർക്കും ഒരുപക്ഷെ ലഭിച്ചെന്ന് വരില്ല. എന്റെ ജീവിത അനുഭവം ഞാൻ ഈ പറയുന്നതല്ലാതെ ഒരു കെട്ടുകഥയോ ഒരു കേൾവിയോ ഒന്നുമല്ല. എന്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലുമായി ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്റെ ജീവിതത്തെ ഒരു അനുഭവങ്ങളും മറക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. കാരണം അത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട്, അത്രമാത്രം പ്രതിസന്ധി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിനകത്തുള്ള വേദന നിങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണം. അങ്ങനെ പെരുമ്പാവൂർ ടൗണിൽ ഒരു വിശന്നിട്ട് കൈ നീട്ടി നിന്നിട്ടുണ്ട് കടകളുടെ മുമ്പിൽ. ഒരു നേരത്തെ ആഹാരം തരാമോ കൈ നീട്ടി നിന്നിട്ടുണ്ട്. ഒരു പട്ടിയെ ഓടിക്കുന്നത് പോലെ ഓടിച്ചു വിട്ട ജീവിതാനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കാരണം ഇത് ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇന്ന് എന്റെ ദൈവം എന്നെ മാനിച്ചത്, ആ മാന്യത ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും സന്തോഷകരമായി, നിങ്ങൾ കഴിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠകരമായി കഴിക്കുവാനും ഉടുക്കുവാനും ധരിക്കുവാനും യാത്ര ചെയ്യുവാനും ദൈവം എന്നെ അതുപോലെ സഹായിച്ച ദൈവമാണെന്ന് അവനെ എത്ര സ്തുതിച്ചാലും എത്ര ആരാധിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതി വരില്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ മാധ്യമം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന സാക്ഷ്യം ഒരുപക്ഷെ അനേകർക്ക് പ്രയോജനം. കഴിഞ്ഞ നാളുകൾ ഒരുപാട് ആളുകൾ അവരുടെ സാക്ഷികളുടെ നടുവിൽ ഈ സാക്ഷ്യം കേട്ട് വിശ്വാസത്തിൽ വന്നതായിട്ട് പല കാലഘട്ടങ്ങളിൽ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ സാക്ഷ്യമായിട്ടും ഒരുപാട് പത്രങ്ങളിലും എന്റെ ജീവിതാനുഭവം വന്നിട്ടുണ്ട്. അങ്ങനത്തെ കണ്ട് ഒരുപാട് ഒരു വിശ്വാസി വന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ പെരുമ്പാവൂർ ടൗണിൽ കൂടെ എന്റെ ജീവിതം ആരംഭിക്കാൻ തുടങ്ങി. ഞങ്ങളെ വീട്ടിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങള് റോട്ടിൽ കൂടെ തന്നെയാണ്. ആരും ഞങ്ങളെ വീട്ടിൽ കയറില്ല. എന്റെ അമ്മേനെയൊക്കെ ഇവിടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയുന്ന, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ദൈവനാമത്തിൽ ക്ഷമിക്കണം, ഞാൻ അനുഭവിച്ച തീക്തമായ വേദനയുടെ ഭാഗമാണ് ഞാൻ പറയുന്നത്. എന്റെ അമ്മയൊക്കെ ഒരു പട്ടിയെ എറിഞ്ഞ് ഓടിക്കുന്നത് പോലെ കല്ലെറിഞ്ഞ് ഓടിച്ചിട്ടുണ്ട്. എന്റെ അപ്പനെ തല്ലാൻ ചെന്നിട്ടുണ്ട്. എന്റെ അപ്പനെ ആട്ടി ഓടിച്ചിട്ടുണ്ട്. കാരണം ഇതിന് വലിയ മാന്യതയൊന്നും ഇല്ലെന്നേ. കാരണം ഞങ്ങൾ ഈ ചെയ്യുന്ന ഈ തൊഴിലിന് എന്ത് മാന്യതയാണ് ഉള്ളത്? ഒരു മാന്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്താണ് അപ്പനും അമ്മയും ഒരുപാട് തീക്തമായ വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ എന്റെ അപ്പനും അമ്മയ്ക്ക് ഒരു ആഗ്രഹം, എന്നെ പഠിപ്പിക്കണം. അങ്ങനെ എന്നെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് സ്കൂളിൽ കൊണ്ടുപോയി. കണ്ണന്തറ ഗവൺമെന്റ് യു പി സ്കൂളിൽ കൊണ്ടുപോയി എന്നെ 1-ാം ക്ലാസ്സിൽ ചേർക്കുവാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പൊ എനിക്ക് വീട്ടിന് അഡ്രസ് ഇല്ലാത്തതുകൊണ്ട് എന്നെ 1-ാം ക്ലാസ്സിൽ ചേർക്കില്ലായിരുന്നു. കാരണം വീട്ടും പേരുണ്ടെങ്കിലാണ് ഇവിടെ അഡ്രസ്സ്, വീട്ടും പേരുണ്ടെങ്കിലാണ് സ്കൂളിൽ ചേർക്കുള്ളൂ. തമിഴ്നാട്ടിൽ വീട്ടും പേരില്ല. ഒരു 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 സ്ട്രീറ്റിന് ഒരു പേരാണ്, അല്ലെങ്കിൽ ഒരു ഡോറിന് ഒരു നമ്പരായിരിക്കും. ആ നമ്പർ ഉള്ളത് കൊണ്ട് ഇവിടെ സ്കൂളിൽ ചേർക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വസ്തുത നിങ്ങളുടെ വാപ്പയോട്, അബ്ദുൽ ഖാദർക്കാട് ചെന്ന് പറഞ്ഞു, വാപ്പ ഇങ്ങനെ ചേർത്തില്ല. അപ്പൊ വാപ്പ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി, നീ വാ, അങ്ങനെ ഞാൻ വരാം. അങ്ങനെ വാപ്പ പറഞ്ഞു, ഇവനെ എന്റെ മോനാണ്, ഇവനെ ഈ സ്കൂളിൽ പഠിപ്പിക്കണം, അവൻ എന്റെ വീട്ടിന്റെ അഡ്രസ്സിൽ എത്തിയിട്ട് പഠിക്കട്ടെ. അങ്ങനെ കണ്ടന്തറ അബ്ദുൽ ഖാദർ കാരത്തുടി വീട്ടു പേരില് ഞാൻ 1 മുതൽ 7-ാം ക്ലാസ് വരെയും പഠിക്കാനുള്ളൊരു അവസരം ദൈവം എനിക്ക് ഈ ഭൂമിയിൽ ലഭിക്കുവാനിടയായി. ഞാൻ സ്കൂളിൽ തമിഴ്നാട്ടിൽ 1 മുതൽ 3 വരെ പഠിച്ചു. ഞാൻ വീണ്ടും ഇവിടെ 1-ാം ക്ലാസ്സിലാണ്. അപ്പൊ പൊക്കവും മറ്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് കാരണം വീട്ടിൽ പ്രത്യേകിച്ചും ദാരിദ്ര്യമാണ്. കാരണം വേറെ നിവൃത്തിയില്ല. കിട്ടുന്നതൊക്കെ അപ്പം കുടിച്ച് നശിപ്പിക്കും. അമ്മയാണെങ്കിൽ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ഒരു സാഹചര്യം. ഒറ്റ മുറിയിലാണ് ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1 മുതൽ 7-ാം ക്ലാസ് പഠിക്കുന്ന സമയം ഞങ്ങൾ പെരുമ്പാവൂര് അങ്ങനെ വന്ന് ഈ സ്ക്രാപ്പ് പറക്കുന്നതിന് വേണ്ടി വന്നു. അങ്ങനെ പെരുമ്പാവൂര് പുല്ലുവഴി പ്രദേശത്ത് വന്നിട്ട് ഈ ആക്രി പറക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ്, സ്ക്രാപ്പ് പറക്കാനായിട്ട് വന്നതാണ്. വരുന്ന വഴിക്ക് ഈ പുല്ലുവഴി പ്രദേശം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പുല്ലുവഴി CPIയുടെ മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ ജന്മസ്ഥലമാണ്. അദ്ദേഹത്തിന്റെ സ്കൂളുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ ഒരുപാട് പ്രസിദ്ധന്മാരായ ആളുകൾ
ഉടലെടുത്ത ഒരു സ്ഥലമാണ് പുല്ലുവഴി. അതുപോലെ തന്നെ റാണി മെരിയ സിസ്റ്റർ, റാണി മെരിയ വിശുദ്ധയായി വാഴ്ത്തപ്പെട്ട ഒരു പ്രഗത്ഭയായ ഒരു ദേവാലയം ഇവിടെ ഉണ്ട്. അവരുടെ വീട് ഇവിടെയാണ്. ഞാനിപ്പോൾ സ്ഥലത്തെ കുറിച്ചൊന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. കാരണം അത്രയും മാത്രം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട്, അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ ഹർത്താൽ ഉണ്ടായാലും ഈ സ്ഥലത്ത് ഹർത്താൽ ഉണ്ടാകില്ല, അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഈ പുല്ലുവഴി. അങ്ങനെ പുല്ലുവഴിയിൽ ഞങ്ങൾ ഇങ്ങനെ ആക്രമിക്കാനായിട്ട് വന്നപ്പോൾ ഇങ്ങനെ നടന്നിങ്ങനെ വന്ന സമയത്ത് പുല്ലുവഴി ജയകര സ്കൂളിന്റെ ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ വന്ന സമയത്ത്, അവിടെ പോകുന്ന സമയത്ത് ഒരു പ്രായമായ അമ്മച്ചി സഹോദരി ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പൊ ഈ സഹോദരി എന്ന് പറയുമ്പോ എന്റെ അമ്മ ആദ്യമായിട്ട് കേരളത്തിൽ വന്നിട്ട് കിട്ടുന്ന ആദ്യത്തെ ഒരു മാന്യത എന്ന് പറയുന്നത് സഹോദരി എന്ന ഒരു വിളിയാണ്. ആ വിളി തികച്ചും ഒരു ദൈവ സ്നേഹം നിറഞ്ഞുള്ള ഒരു വിളിയായിരുന്നു. ആ വിളിയിലാണ് ആ ദൈവസ്നേഹം എന്റെ കുടുംബത്തിലേക്ക് വന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിനെ അറിയുവാനുള്ള ഒരു മുഖാന്തരമായിരുന്നു സഹോദരി എന്നുള്ള വിളി. ആ അമ്മിണി അമ്മച്ചി ഇന്നും ജീവനോടുണ്ട്. ഭോപ്പാൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഭോപ്പാലിന്റെ ചുമതലയുള്ള ജോസ് പാസ്റ്ററിന്റെ അമ്മയാണ് ഈ പറയുന്ന മാതാവ്. ആ അമ്മ ഇന്ന് ജീവനോടെ ഉണ്ട്. എന്റെ സാക്ഷ്യത്തിൽ പല സ്ഥലങ്ങളിലും കേട്ടറിഞ്ഞ് എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. കാരണം നല്ല കൊച്ചു കുഞ്ഞുങ്ങളാണ്. ചില നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ സുവിശേഷ മേഖലയിൽ ഇത്രയും നല്ലൊരു ദൈവം ഉപയോഗിക്കുന്ന അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടെ പ്രാർത്ഥിക്കുകയും വിദേശ രാജ്യങ്ങളിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ ഇവരുടെ മക്കളുടെ അടുക്കൽ പോകുവാനുള്ള അവസരമൊക്കെ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നിട്ടുണ്ട്. അങ്ങനെ ഈ അമ്മച്ചി സഹോദരി എന്ന് വിളിച്ചു. എന്റെ അമ്മ ഞാനും ഓടിപ്പോയി. കാരണം ആരും വീഡിയോ കേട്ടു. ഇനിയിപ്പോ നീ തല്ലാനാണോ ഇനി വേറെ എന്തെങ്കിലും ചീത്ത വിളിക്കാനാണോന്നൊന്നും അറിയില്ല. എന്തായാലും അമ്മച്ചി തല്ലിയില്ല, ചീത്ത വിളിച്ചില്ല, ഒന്നും ചെയ്തില്ല. അപ്പൊ എന്റെ അമ്മയെ ആദ്യമായിട്ട് ആ അമ്മ പറയാ ചിത്ര സഹോദരി, ചിത്ര എന്നാണ് ചിത്ര സഹോദരി, ഈ പറമ്പിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടിയിട്ട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ആഹാരം വാങ്ങിക്കൊടുക്ക്, ഇത് വിറ്റ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ആഹാരം വാങ്ങിക്കൊടുക്ക് എന്ന് പറഞ്ഞു. വീടിന്റെ ഉമ്മറത്ത് ആദ്യമായിട്ട് കേരളത്തിൽ വന്നിട്ട് ആദ്യമായിട്ട് വീടിന്റെ ഉമ്മറത്ത് കയറ്റിയിരുത്തുന്ന ഒരു മാതാവാണ് ആ മാതാവ്. അന്ന് ആ പാസ്റ്റർ പുറത്തെടുത്തുള്ളൂ, കാരണം ജുബ്ബ പോലുള്ള പുറത്തെടുള്ളൂ. എനിക്ക് ഒരു പുറത്ത തരുവാനിടയായി. ഞാൻ ഈ പറഞ്ഞത് ഉദ്ദേശം എന്നാൽ ജീവിതത്തിൽ പഴം വസ്ത്രം വാങ്ങിയിട്ടുണ്ട്, മറ്റുള്ളവരുടേതാകുന്ന വസ്ത്രങ്ങൾ വാങ്ങി തിരിച്ചിട്ടുണ്ട്. ലിബറേഷൻ ഇതൊന്നും ഒരു കുറവോ ബലഹീനതയല്ല, കാരണം എന്റെ ജീവിതത്തെ സാഹചര്യമാണ്. നരേന്ദ്രന്റെ ദൈവം എന്നെ മാന്യത ഒക്കെ ഓർക്കുമ്പോൾ പലപ്പോഴും കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകും. കാരണം ദൈവത്തെ എത്രമാത്രം ശ്രദ്ധിച്ചാലും മതി വരില്ല. കാരണം ദൈവം മതിയായവരാണ്. ദൈവം എല്ലാത്തിനും സകലത്തിനും പരിഹാരം കണ്ടെത്തുന്ന, സകല പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുന്ന ഒരു ദൈവമാണെന്നുള്ള പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ ആ പാസ്റ്ററിന്റെ ഒരു കുർത്ത ഞാൻ വാങ്ങിയിട്ടു. അങ്ങനെ കുർത്തയിട്ട് നിൽക്കുന്ന സമയത്ത് എന്റെ അമ്മയ്ക്ക് അന്നും മലയാളം അറിയാൻ പാടില്ല, ഇന്നും മലയാളം അറിയില്ല. സത്യമായ കാര്യമാണ്. കാരണം സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ പറയുന്നത് വ്യാജമാണെങ്കിൽ സ്വർഗത്തെ ദൈവമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. പുല്ലുവഴിയിൽ വന്നിട്ട് പോൾസന്റെ വീട് ചോദിച്ചാൽ ആരും വീട്ടിൽ ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്റെ കമ്പനി ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറയും എന്റെ സ്ഥാപനത്തിൽ ഉണ്ടാക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ അമ്മയോട് ഈ അമ്മച്ചി വീട്ടിൽ പോകുന്നതെല്ലാം പറഞ്ഞ് അറിയാവുന്ന മലയാളത്തിലും തമിഴിലും എന്റെ അമ്മയോട് സുവിശേഷം ആ അമ്മച്ചി പറയുവാനിടയായി. ഇതാൻ ഉണ്മയാണ് ദേവൻ, ഉണ്മയാണ് കർത്തർ. ഇതാ കർത്താവിനോട് പ്രാർത്ഥിച്ച നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. അതുണ്ടാകണം ഇനി ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. എങ്കിൽ മാത്രമാണ് നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കത്തുള്ളൂ. എന്നെല്ലാം അറിയാവുന്ന എന്റെ അമ്മയ്ക്ക് വലിയ ഗ്രഹിക്കാൻ കഴിയുമെന്നില്ലെങ്കിൽ പോലും ആ അമ്മയുടെ വാക്ക് കേട്ട് അന്ന് പകൽ എന്റെ അമ്മ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് ഹൃദയം കൊണ്ട് വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനിടയാണ്. അങ്ങനെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പൊ അമ്മച്ചി പറയും ഞായറാഴ്ച വേറെ എങ്ങും പോകരുത്, ഇവിടെ അതിന് തൊട്ട് തരത്തിന് പുല്ലുവഴി രായമംഗലം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഉണ്ട്, അപ്പൊ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് എന്ത് ചെയ്യണം, വരണം. അന്ന് രായമംഗലം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ഇരിക്കുന്ന പാസ്റ്റർ മാമൻ രാജു, റാന്നി ചെത്തോങ്കര, തമുമ്പളാക്കിൽ വീട്ടുപേര്. ഞാൻ ഈ വീട്ടുപേരും ഈ പാസ്റ്റ പേരും ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ പാസ്റ്റർ ഇന്ന് ജീവനോടുണ്ട്. കാരണം ഞാൻ എന്റെ ടെസ്റ്റ് മണി പല സ്ഥലങ്ങളും പറയുമ്പോൾ എനിക്ക് ആ പാസ്റ്റർ അറിയാം, അല്ലെങ്കിൽ അവരെ എനിക്കറിയാം.
ഇവരെനിക്കറിയാം എന്ന സംശയത്തിന്റെ പേര് അവരൊക്കെ വിളിച്ചു ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു മടിയില്ല. അപ്പൊ ഭാഷ ജീവനോട് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും തികച്ചും ഒരു ആത്മീയനായ ഒരു മനുഷ്യൻ. ഈശ്വരോട് യേശുക്രിസ്തുവിന്റെ മാതൃക ജീവിതത്തിൽ എന്താണെന്ന് കാണിച്ചു തന്ന, ജീവിതം ഞങ്ങളെ പഠിപ്പിച്ച, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മാതൃക എന്താണെന്ന് തന്റെ ജീവിത അനുഭവത്തിൽ കൂടെ ഞങ്ങളെ വഴി നടത്തിയ ഒരു കർത്തൃദാസനാണ് പാസ്റ്റർ മാമൻ രാജു. അന്ന് മാമൻ രാജു പാസ്റ്റർ സഭയില് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഞാൻ പറഞ്ഞത് സ്കൂളില് ഞാൻ 7ലാണ്. ആ സമയത്ത് എന്റെ അമ്മയും എന്റെ അനിയനെയും വിളിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരും. കണ്ടന്തറ ഒരു മുസ്ലിംസിന്റെ ഏരിയ ആയതുകൊണ്ട് പ്രാർത്ഥന സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞങ്ങള് പള്ളിയിൽ വരും. അപ്പൊ അത് രാവിലെ വരും. അപ്പൊ സൺഡേ സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് അമ്മ, സൺഡേ സ്കൂളൊന്നും ഞങ്ങൾ ചുമ്മാ തന്നെ നമുക്ക് ഇത് അറിയേണ്ട പറ്റും ഒന്നുമല്ല. അവൻ അമ്മ ഇങ്ങനെ വരുമ്പോ ആ അമ്മച്ചി പറയും, നമ്മുടെ സഹോദരിയാണ്, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പഴയതുണ്ടെങ്കിൽ കൊടുക്കണം, പഴയ തുണിയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളുണ്ട് എന്ത് ചെയ്യണം, കൊടുക്കണം, അവർ സഹായിക്കണം, അവരിങ്ങനെ കടപ്പെട്ട് വന്നവരാണ്, പ്രതിസന്ധി ഉള്ളവരാണെന്നെല്ലാം ആ അമ്മച്ചി പറയും. പക്ഷെ ഇത് കേൾക്കാനാണ് അമ്മ എന്ത് ചെയ്യുന്നത്, പോകുന്നതും. ഞായറാഴ്ച അവിടെ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ മാമൻ രാജു പാസ്റ്റർ അന്ന് കണ്ടന്തര ഞങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യാനായിട്ട് വരും. അന്ന് എന്റെ അപ്പനോടൊക്കെ ഇങ്ങനെ പ്രാർത്ഥന പറഞ്ഞ അച്ഛനാണെങ്കിൽ ഹൈന്ദവ പശ്ചാത്തലത്തിൽ അത്രയും മാത്രം കൊടി കൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഈ വിശ്വാസത്തിൽ ഒരു താല്പര്യമില്ലാത്ത ആൾ. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. 3 ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. അങ്ങനെ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയം ആദ്യത്തെ ദിവസം ഒന്നും സംഭവിച്ചില്ല, രണ്ടാമത്തെ ദിവസം ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ കുടുംബമായിട്ട് ഭാഷ പറഞ്ഞു, നിങ്ങളൊന്നും കഴിക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യണം, വാ, ഒറ്റ പ്രാവശ്യം വന്നാൽ പിന്നെ നിങ്ങൾ വരണ്ട. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് അച്ഛൻ പ്രാർത്ഥനയ്ക്ക് പോയത്. അങ്ങനെ 3ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം എന്റെ അപ്പനെ ദൈവം തൊടുവാനിടയായി. വലിയ ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ അപ്പൻ ഒരു കരണ്ട് അടിക്കുന്നത് പോലെ ഒരു ഷോക്ക് അടിച്ചു. എന്റെ അപ്പൻ അവിടുന്ന് എടുത്ത് എറിഞ്ഞ് മുമ്പോട്ട് തുള്ളിച്ചാടി മുമ്പിൽ വന്ന് ഉരുണ്ട് പിഴഞ്ഞ് ഉള്ളിലുള്ള അശുദ്ധാത്മാക്കളെല്ലാം ഓരോന്നോരോന്നായി പുറത്തു പോയോടെ എന്റെ അപ്പൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. ആരും പറഞ്ഞതല്ല, അവർ സ്വർഗത്തിലെ ദൈവം പറഞ്ഞതാണ്. അങ്ങനെ എന്റെ അമ്മയാണ് ആദ്യം വിശ്വാസമെങ്കിലും എന്റെ അപ്പനാണ് ആദ്യം സ്നാനപ്പെട്ടത്. പ്രശ്നോട് അങ്ങനെ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ, യേശുവിനെ അറിഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും ഓരോന്നോരോന്നായി നിൽക്കുന്ന സമയങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ആദ്യമായി റോട്ടിൽ കൂടെ പറക്കി കിട്ടിയ കാശ് എന്ന് പറയുന്നത് 36 രൂപയാണ്. ഈ 36 രൂപയുടെ 3 രൂപ 60 പൈസ. നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ അല്ല. 3 രൂപ 60 പൈസ മാമൻ രാജു പാസ്റ്റർ കയ്യിൽ കൊണ്ട് അപ്പം കൊടുത്തു. ഈശ്വരോട് അന്ന് മാമൻ രാജു പാസ്റ്ററിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധി കൊണ്ട് നിൽക്കുന്ന സമയം, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് അടിവസ്ത്രം വാങ്ങിക്കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം. ഈശ്വരോട് അത്രയും മാത്രം പട്ടിണിയിൽ കൂടെ പോകുന്ന ഒരു കാലഘട്ടത്ത് അരുണാചലൻ കുടുംബത്തിനും വേണ്ടി ഒരുപാട് കണ്ണുനീരൊഴുക്കിയ ഒരു കർത്തൃവൃത്യനാണ് മാമൻ രാജു പാസ്റ്റർ. ഈശ്വരോട് നമുക്കത് ഓർത്തിരിക്കാൻ, കാരണം അത് നമ്മൾ ഓർത്തിരുന്നില്ലെങ്കിൽ അത് ദൈവസന്നിധിയിൽ നമുക്ക് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. കാരണം പലപ്പോഴും നമ്മൾ വന്ന വഴികൾ പലരും മറന്നുപോകും. എന്നാൽ നടത്തിയവരെ നമ്മൾ മറക്കരുത്. തിരുവചനം വ്യക്തമായിട്ട് പറയും, നിങ്ങളെ നടത്തിയവരെ, നിങ്ങളെ നേതൃത്വം കൊടുത്തവരെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മറക്കരുത്. പക്ഷെ നമുക്ക് ഇന്നത് ഉൾക്കൊള്ളാൻ പലർക്കും അത് പ്രയാസമാണ്. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ടിവിയിലുള്ള മുഴുവൻ പ്രേക്ഷകരെ, ദൈവസ്നേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ വന്ന വഴി ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളെ കൈപിടിച്ച് നടത്തിയവരെ ഒരു കാരണവശാലും മറക്കരുത്. കാരണം അവര് വില കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മയും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഭൗതിക ആത്മീയ സമ്പത്തുകളും അവർ നമുക്ക് വേണ്ടി വില കൊടുത്തുള്ളതാണുള്ള ആ പരമാർത്ഥ സത്യം തിരിച്ചറിയാതെ പോകരുതെന്ന് ഇന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഒരു പായയിൽ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട്, ഒരു പാത്രത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം വാരി തന്നിട്ടുണ്ട്. അങ്ങനെ സ്കൂളില് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 1 മുതൽ 3 വരെ തമിഴ്നാട്ടിൽ പഠിച്ചു. വീണ്ടും ഇവിടെ വന്ന് വീണ്ടും 7 പഠിക്കുന്നു. അങ്ങനെ സൺഡേ സ്കൂളിൽ എന്നെ 1-ലുമാക്കി. സ്കൂളിൽ 7, തമിഴ്നാട്ടിൽ 3, 7, 3, 10. 10ാം ക്ലാസ്സിൽ എത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, 1ാം ക്ലാസ് സൺഡേ സ്കൂളിൽ മലയാളം നേരെ ചൊവ്വേ വായിക്കാൻ അറിയാം. ഇന്ത്യ എന്റെ രാജ്യമാണെന്നുള്ള കാര്യം മലയാളത്തിൽ എനിക്ക് വായിക്കാൻ അറിയാൻ പാടില്ല. കാരണം ജീവിതത്തിന്റെ ഗതികേട് കൊണ്ടാണ് സ്കൂളിൽ പഠിച്ചത്. കഞ്ഞി കിട്ടും, നല്ല പൊക്കവും ആരോഗ്യവും ഉള്ളതുകൊണ്ട് ഞാനാണ് കഞ്ഞി വിളമ്പുന്നത്. അവസാനം ആകുമ്പോൾ ഇച്ചിരി ഗവൺമെന്റിന്റെ ഇതാവുന്ന പച്ചരിയും മറ്റുള്ള കഞ്ഞിയൊക്കെ കിട്ടുമ്പോൾ ഇച്ചിരി കൂടുതൽ കഴിക്കാം. കാരണം അത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്.
അത്രമാത്രം പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഞങ്ങള് കഞ്ഞി കുടിക്കാനായിട്ടൊക്കെ ഞങ്ങൾ പോയ സമയത്ത് ദൈവദാസൻ ഞങ്ങളെ ഒരുപാട് 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 ഉപദേശിക്കുകയും മറ്റും ചെയ്യും. അങ്ങനെ സൺഡേ സ്കൂളിൽ വന്നു. അപ്പൊ എന്റെ ഈ പേര് കറുപ്പസ്വാമി എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനത് പ്രാരംഭത്തിൽ പറഞ്ഞുകൊണ്ട് പാസ്റ്റർക്ക് ആ പേര് വിളിക്കാൻ, ദൈവസഭയിൽ ആ പേര് വിളിക്കാൻ ഭയങ്കര ഒരു ആ, അരാജകമായിരുന്നു. കാരണം ഛെ, അന്യദൈവന്റെ പേരൊക്കെ പറയുമ്പോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. എന്റെ അപ്പനോടും അമ്മയോടൊന്നും ഭാഷ ചോദിക്കാൻ നിന്നില്ല. എടാ ഇനി വരാൻ പറഞ്ഞു. ഞാനിങ്ങനെ വന്നു. ഞാൻ പിന്നെ എനിക്ക് അന്ന് വേറെ നിന്നും നല്ല ശക്തമൊന്നും ഇല്ല. ആരാധനയ്ക്ക് വരുമ്പോഴൊക്കെ കയറി പറഞ്ഞതും കുളത്തില്ലാത്തതും, കാരണം വീടുകളിൽ നിന്ന് കിട്ടുന്ന സാധനമൊക്കെ മേടിച്ചിടാനേ നമുക്ക് നിർത്തിയുള്ളൂ. അങ്ങനെ ആ അപ്പൊ ഭാഷ ഇനി വരാൻ പറഞ്ഞു. എന്റെ തലയിൽ ഭാഷ ഇങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് ഞാൻ നിനക്കൊരു പുതിയ പേര് തരാൻ പോവുകയാണ്. അറിയാവുന്ന അന്ന് വലിയ മലയാളം നമുക്ക് അറിയില്ലെങ്കിൽ പോലും ദേവദാസന്റെ തലയെ കഴിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലനായ പൗലോസിന്റെ മകനായിട്ട് ഹോൾസൻ എന്ന് നിനക്ക് പേര് നാമകരണം ചെയ്യും. നീ പഠിച്ച് വലുതാകുമ്പോൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ദൈവസഭയെ സമർപ്പിക്കണമെന്നു എന്ന് ആ സമർപ്പണ പ്രാർത്ഥന ഈശ്വരോട് നിർബന്ധം എന്റെ മേൽ കിടക്കും, നിർബന്ധം നിങ്ങളുടെ മേൽ കിടക്കും. ഈശ്വരോട് അത് സത്യമാണ്. പക്ഷെ പലപ്പോഴും നാം ദൈവ വിളിയും ദൈവിക ആരാധനയും മറന്നുള്ള യാത്ര നമ്മുടെ ജീവിതത്തിൽ അപകടകരമായ വഴിയിലേക്ക് എന്ത് ചെയ്യും നയിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ആ ദൈവദാസൻ പ്രാർത്ഥിച്ച് സമർപ്പിച്ചു. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ ദൈവം ഞങ്ങളെ ഉയർത്തുവാൻ തുടങ്ങി, ദൈവം മാനിക്കാൻ തുടങ്ങി. ഞങ്ങളെ പരിചയക്കാരുള്ള വിശ്വാസികള് വീടുകളിൽ കയറ്റാൻ തുടങ്ങി, വീടുകളിൽ നിന്ന് കാശ് കൊടുത്ത് സാധനം വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു ഒരു നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് ദൈവം ഞങ്ങളെ മാനിക്കാൻ തുടങ്ങി. കർത്താവിനെ അറിഞ്ഞ പിന്നെയാണല്ലോ ഞാൻ പറയുന്നത്. അല്ലാതെ ആരുടെയും മുതൽ കട്ട് പറിച്ചുകൊണ്ടോ പിടിച്ചു പറിച്ചുകൊണ്ടോ അന്യന്റെ മുതൽ കൈവച്ചുകൊണ്ടോ അല്ല ഞാൻ ഈ പറയുന്നത്. ആരുടെയും ഒരു രൂപ മോഷ്ടിക്കാനോ ഒന്നും ഞങ്ങൾക്ക് പോയിട്ടില്ല ഈ സമയം വരെ. അങ്ങനെ ഞങ്ങളെ ദൈവം എന്ത് ചെയ്തു മാനിക്കാൻ തുടങ്ങി. അങ്ങനെ 7ാം ക്ലാസ്സിലെത്തി. 8ാം ക്ലാസ് 9, 10 ഞാൻ പഠിക്കുന്നത് ജയകേരള ഹയർ സെക്കൻഡറി സ്കൂൾ PKVയുടെ സ്കൂളിലാണ് പഠിക്കുന്നത്. ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ദൈവം ഞങ്ങളെ മാനിക്കാൻ തുടങ്ങി. ഏകദേശം 10ാം ക്ലാസ്സിൽ എത്തുന്ന ഒരു സാഹചര്യം വരെയുള്ള കാലഘട്ടത്തിലേക്ക് ഞാനത് ഓടിച്ച് പറഞ്ഞു മനസ്സിലായിട്ട് ബാക്കി കാര്യം പറയാം. അങ്ങനെ ദൈവം ഞങ്ങളെ മാനിച്ചു, കടഭാരം മാറി. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരുന്നു. കണ്ടന്തറയിൽ നിന്നും 8 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വേണം ഞാനും അപ്പനും അമ്മയും അനിയനും ആരാധനയ്ക്ക് വരും. ഒരു സൈക്കിൾ അച്ഛനും അമ്മയും, ഒരു സൈക്കിളില് ഞാനും എന്റെ അനിയനും. ആരും വീട് വിട്ടാൽ ആദ്യം വരും, വീട് വിട്ടാൽ ആരും ചർച്ച പോകും. ഇങ്ങനെ മത്സരം നിൽക്കുന്ന ഒരു സാഹചര്യത്തിന് നടുവിലാണ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. നടന്നും 8 കിലോമീറ്റർ നടന്നും, സൈക്കിളിൽ, അത് പാട്ട സൈക്കിളാണ്. കാരണം ഈ ആക്രി കിട്ടുന്ന സൈക്കിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ട് വരുന്നത്. പലപ്പോഴും ശനിയാഴ്ച ഞങ്ങളിവിടെ വരും. ശനിയാഴ്ച ഇവിടെയുള്ള സഹോദരിമാർ ഞങ്ങളെ വീട്ടിൽ വിടില്ല. കാരണം ഒരു കുമാരി സഹോദരി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ജോയി ചേട്ടൻ. കാരണം ഇവരൊക്കെ ഞങ്ങൾക്ക് നല്ല ഞങ്ങളുടെ അനുഭവങ്ങൾ അറിഞ്ഞ ഒരു സത്യസഭയിലെ വിശ്വാസികളാണ് ഇവരൊക്കെ. അപ്പൊ അവര് വിടത്തില്ല. കാരണം ശനിയാഴ്ച താമസിപ്പിച്ച് അവരുടെ വീട്ടിൽ കൊണ്ട് കിടത്തി ഞങ്ങളെ കുളിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് സൺഡേ സ്കൂൾ പഠിപ്പിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞായറാഴ്ച ഉച്ചക്കത്തെ ഭക്ഷണം തന്നിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ 10ാം ക്ലാസ്സിൽ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ദൈവം ഞങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി. അങ്ങനെ കണ്ടന്തല്ല വാപ്പ പറഞ്ഞു, ഞങ്ങൾ വാപ്പയോട് ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥലം വാങ്ങണം, അതുകൊണ്ട് ഞങ്ങൾ ഇതാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ വാപ്പ നല്ല മനുഷ്യനായ മുസ്ലിം പിതാവ് അദ്ദേഹം മരിച്ചുപോയി. ഉമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ ഉമ്മ വാപ്പയും പറഞ്ഞു, അരുണാചലം നീ ഇവിടെ സ്ഥലം വാങ്ങണ്ട, ഇവിടെ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടേതാകുന്ന വിശ്വാസത്തിനും നിങ്ങളുടേതാകുന്ന പ്രാർത്ഥനയ്ക്കും ഇവിടെ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലും എന്ത് ചെയ്യണം സ്ഥലം വാങ്ങണം, എങ്കിൽ അത് മതി, നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞ് ഞാനും കൂടെ എന്ത് ചെയ്യാം വരാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് രായമംഗലം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചില് സ്ഥലമില്ല. ആ സമയത്താണ് ചർച്ചിന് വേണ്ടി ഇവിടെ സ്ഥലം വാങ്ങുന്നത്. ഈശ്വരോട് അങ്ങനെ ചർച്ചിന് വേണ്ടി സ്ഥലം വാങ്ങുമ്പോൾ ആരാധന എന്ന് പറയുന്ന ഒരു വീട്ടില് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിലാണ് ആരാധന, ചർച്ചില്ല. ആ സമയങ്ങളിൽ പൊന്നച്ചൻ പാസ്റ്റർ, മാമൻ രാജ പാസ്റ്റർ വേറെ സഭയിലേക്ക് മാറിപ്പോകുന്നു. പൊന്നച്ചൻ പാസ്റ്റർ വരികയാണ്. പൊന്നച്ചൻ പാസ്റ്റർ ഇവിടെ ഉള്ളതാണ്, ഇവിടെ നമ്മുടെ നിലമ്പൂരുകാരനാണ് പൊന്നച്ചൻ പാസ്റ്റർ. പൊന്നച്ചൻ പാസ്റ്റർ വരുന്നു. അപ്പൊ ആ സമയത്താണ് സഭയ്ക്ക് സ്ഥലം വാങ്ങുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഷെഡ് വലിച്ചു കെട്ടുന്നു. 10, 80, 90 പേരോളം ഇരിക്കുന്ന ഒരു ഷെഡ് വലിച്ചു കെട്ടി അതിനകത്താണ് ഞങ്ങളുടെ പ്രാർത്ഥന. ആ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് പാസ്റ്റ് അപ്പൊ സ്ഥലം വാങ്ങണം. ഒരു ചർച്ചിനോട് ചേർന്ന് തന്നെ ഒരു മിറ്റമാണ്. ഞാൻ ഒറ്റ മതിലിന്റെ ഗ്യാപ്പിലാണ് 7.25 സെന്റ് സ്ഥലം ഞങ്ങള് ഇവിടെ വാങ്ങുന്നത്. അതും ആധാരം ചെയ്യുന്ന സമയത്ത് എന്റെ അമ്മയുടെ അപ്പം മരിച്ചത് കൊണ്ട്
ആധാരം ചെയ്തത് ഈ സഭയിൽ തന്നെ ഉള്ള ഞങ്ങളുടെ ഒരു അപ്പച്ചൻ, വാത്സല്യ പിതാവ്, സ്നേഹിതൻ, എൻ്റെ അപ്പന്റെ സ്നേഹിതൻ പൗലോസ്, അപ്പച്ചന്റെ പേര് MK പൗലോസ്, മുദ്രക്കാരായ അപ്പച്ചന്റെ പേരിലാണ് സ്ഥലം വാങ്ങുന്നത്. ആ നല്ല മനുഷ്യൻ, തീർച്ചയായിട്ടും അങ്ങനെയുണ്ട് നല്ല മനുഷ്യര്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു സെറ്റ് സ്ഥലത്തിന് വേണ്ടി അടിയും ബഹളവും ഒക്കെ കൂടുമ്പോൾ ദൈവസ്നേഹമുള്ള ഒരു പിതാവായിരുന്നു പൗലോസ് അപ്പച്ചൻ. ആ അപ്പച്ചൻ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേരിൽ 7.25 സെന്റ് സ്ഥലം വാങ്ങി. ആ സ്ഥലത്തിന് ഞങ്ങൾക്ക് ആധാരം ചെയ്യാൻ കാശില്ല. 8 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ആധാരം ചെയ്യാൻ കാശില്ലാത്തതുകൊണ്ട് കാശ് സെന്റ് സ്ഥലം ചർച്ചിന് വിട്ടുകൊടുത്ത് ചർച്ചുകാരാണ് ഇത് ഞങ്ങളുടെ പേരിലേക്ക് ആധാരം ചെയ്തു തന്നു. അത്രയും മാത്രം പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്ത് പൊന്നച്ചൻ ഭാഷ വരുന്നു, സഭയുടെ കാര്യം നടക്കുന്ന, പുതിയ സഭാ ഹോൾ പണിയണം. അപ്പൊ ഷെഡ് പൊളിക്കാൻ പോവുകയാണ്. ഷെഡ് പൊളിക്കണം. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ വീട് പണിയാൻ വേണ്ടി താല്പര്യപ്പെട്ടു. അപ്പൊ പാസ്റ്ററോട് ഒരു പ്ലാൻ വരച്ചു തരാൻ പറഞ്ഞു. പൊന്നച്ചൻ ഭാഷ വലിയൊരു പ്ലാൻ വരച്ചു തന്നു. ഏതാണ്ട് 90 പേർക്ക് ഇരിക്കാവുന്ന വലിയ ഹാള്, 2 ബെഡ്റൂം, ഒരു അടുക്കള, ഒരു ഈ വർക്ക് ഏരിയ, ഒരു കൊച്ചു റൂം, ഒരു കോമൺ ബാത്റൂം, ഒരു സിറ്റ് ഔട്ട്, മേലെ കയറ സെറ്റ്. ഒരു നിവൃത്തിയില്ലാത്ത ഞങ്ങൾക്ക് ഇത്രയും മാത്രം പ്ലാൻ തന്നു. പക്ഷേ ആ ദൈവദാസൻ പറഞ്ഞു, ഇത് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പ്ലാനിൽ ഞങ്ങൾ കൈ വെച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, ഇത് ഞങ്ങൾക്ക് ഒരു ഭവനം തരണം, ദൈവം ഞങ്ങളെ മാനിക്കണം, ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഒരുപാട് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഘോഷിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പരിണതഫലമായി സഭാ ഹാളിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് എന്റെ വീട് വാർത്തിടുവാനും റിസോർട്ട് അതിന്റെ തേച്ചിടുവാനും അടിയിൽ മിനുക്കിയിടുവാൻ മാത്രമാണ് സാധിച്ചുള്ളൂ. മറ്റു ജനലോ മറ്റുള്ള കഥകൾ ഫ്രണ്ട് ബാക്ക് കൊണ്ട് വേറെ ഒരു കഥകളും ഒന്നും തന്നെ ഇല്ല. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, സഭാ ഹോള് പണിയിപ്പിച്ചു കഴിഞ്ഞാൽ, പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാധനയ്ക്ക് സ്ഥലമില്ല. കാരണം ഈ 90 പേരൊക്കെ വന്ന് ആരാധിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വീടുകൾ ആരും, എല്ലാവരും വീട്ടിൽ ഫർണിച്ചറുണ്ട്, മറ്റുള്ള സംവിധാനങ്ങൾ. എന്റെ വീട്ടിൽ ഫർണിച്ചറും ഇല്ല, ഒരു 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 സാധനവും ഇല്ല. കാരണം ഒരു സ്ക്രാപ്പിൽ കിട്ടുന്ന കസേരയും അങ്ങനെയുള്ള സാധനങ്ങളും സ്ക്രാപ്പിൽ കിട്ടുന്ന പാത്രങ്ങളും ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്നത്. ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കില്ലായിരുന്നു എൻ്റെ വീട്ടില്. ഈ പറയുന്ന ആരാധിക്കുമ്പോൾ ഞാനും ചാവും നിന്നെയും കൊല്ലും എന്ന് പറയുന്ന ആളുകള് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഈശോയോട് ഒരു ദൂതി ഞാൻ വിളിച്ചു പറയാം, നമ്മുടെ കാഴ്ചപ്പാടിനും മനോഭാവത്തിനും മാറ്റം വരണം. നമ്മുടെ കാഴ്ചപ്പാടിനും മനോഭാവത്തിനും മാറ്റം വരാത്തടത്തോളം കാലം നാം ദൈവത്തെ എത്ര ആരാധിച്ചിട്ടും എത്ര പാടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപസിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ അതിന് മെയിനായ കാരണങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരുവാനിടയാകണം. ഈ ലോകത്ത് ഒന്നും തന്നെ നേടാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ആത്മാവിനെ നേടുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, നിർബന്ധം എന്റെ മേൽ കിടക്കും, നിർബന്ധം നിന്റെ മേൽ കിടക്കുന്നു. കാരണം സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ദൈവദാസന്മാരുടെ മാത്രം ഡ്യൂട്ടി അല്ല. തിരുവചനം ഉടനീളം പരിശോധിച്ച് കഴിഞ്ഞാൽ അത് എന്റെയും നിങ്ങളുടെയും ദൗത്യമാണ്. നാം ഓരോരുത്തരും സുവിശേഷകരായി മാറണം, നാം ഓരോരുത്തരും സാക്ഷികളായി മാറണമെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും പ്രബോധിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ പോയി 90 പേരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരാധന. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കയറാൻ പറ്റിയിട്ടില്ല, വാടകയ്ക്കാണ്. രായമംഗലം ശാരദ ചർച്ചിന്റെ പണികൾ വാർത്തിട്ടു. ഇത് ഈ കാണുന്ന എന്റെ ചർച്ചാണ്. ഞാൻ ചർച്ചിനകത്ത് ഇരുന്നുകൊണ്ടാണ് നിങ്ങളുമായിട്ട് എന്റെ സാക്ഷ്യം പങ്കിടുന്നത്. അങ്ങനെ ചർച്ച തേക്കോ ഒന്നും ചെയ്തിട്ടില്ല, തികച്ചും തട്ടയൊക്കെ വാർത്ത് ഇങ്ങനെ ഇട്ടു, അടിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ 3 വർഷക്കാലം എന്റെ വീട്ടിലായിരുന്നു സഭ ആരാധന നടന്നിട്ടുണ്ടായിരുന്നു. ഏതോദാമിന്റെ ഭവനത്തിൽ പെട്ടകമിരുന്നു. പെട്ടകമിരുന്ന ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു. ക്രിസ്തുവോട് സഭാ ഹാളിന്റെ പണി തീരുന്നതിന് മുമ്പ് എന്റെ വീടിന്റെ എല്ലാ പണികളും ക്രിസ്തുവോട് മനോഹരമായി ഒരു കാലഘട്ടത്ത് പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങിയ ഞങ്ങളുടെ ജീവിതത്തെ ദരിദ്ര കുപ്പയിൽ ഉയർത്തിയ ദൈവം മനോഹരമായ വീട്ടിൽ അന്തി ഉറങ്ങുവാൻ ദൈവം ഇന്ന് എന്റെ കുടുംബത്തെയും എന്നെ സഹായിക്കുന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക. 2500 സ്ക്വയർ ഫീറ്റിൽ അധികം വരുന്ന മനോഹരമായ കയ്യിലിട്ട നല്ല സൗകര്യങ്ങളുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നു. ദൈവത്തിന്റെ വലിയൊരു മഹാകരുണയും കൃപയുമാണ്. ഞാൻ പറഞ്ഞിട്ട് ഒരു കാലഘട്ടത്ത് പ്ലാറ്റ്ഫോം ആയിരുന്നു, ഒരു കാലഘട്ടത്ത് പുറംപെമ്പിലായിരുന്നു, ആർക്കും വേണ്ടാതിരുന്ന സ്ഥാനത്താണ് ഇന്ന് ദൈവം എന്നെ അത്ഭുതകരമായി ദൈവം മാനിക്കുവാനുണ്ട്. അങ്ങനെ 10ാം ക്ലാസ്സിൽ എത്തി, വീടായി, മറ്റുള്ള കാര്യങ്ങൾ ഞാൻ അപ്പനോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, പാസ്റ്റേ മതി, ഇനി എനിക്ക് ബൈബിൾ കോളേജിൽ പോകണം. അങ്ങനെ ഞാൻ വചനം പഠിക്കാൻ പോയി. ഇല്ല സാരമില്ല, അപ്പൊ കുറച്ച് പൈസയൊക്കെ ആയിരുന്നു, കുറച്ച് കാര്യം പഠിക്കുക.
അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മറ്റെല്ലാവരും വിദ്യാഭ്യാസം കിട്ടുന്നിടത്തൊക്കെ എന്ത് ചെയ്യണം, വിദ്യാഭ്യാസം കിട്ടണം, അങ്ങനെയാണ് മറ്റാണ് മാടെയാണ്. അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു, +1 +2 അഡ്മിഷൻ കിട്ടി. ജയകരണം ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ 10ാം ക്ലാസ് +1 +2 ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത്. അങ്ങനെ ഞാൻ +2 എനിക്ക് 10ാം ക്ലാസ്സിൽ എത്തിയിട്ടാണ് ഞാൻ ABCDയില് എല്ലാ അക്ഷരവും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 10ാം ക്ലാസ്സിൽ. എന്റെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി അത്രേ ഉള്ളൂ. കാരണം അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസവും. അങ്ങനെ കൃപയാൽ അങ്ങനെ 10ാം ക്ലാസ് പാസ്സായി, +2 പാസ്സായി. ഞാൻ പറഞ്ഞു മതി, ഇനി എനിക്ക് ബൈബിൾ കോളേജിൽ പോകണം. അത് ഇത്രയൊക്കെ ദൈവം നമ്മളെ മാനിച്ചില്ലേ. ഞങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസമായി. അപ്പൊ ഞങ്ങള് പുല്ലുവഴിയിൽ ഒരു ചെറിയൊരു ആക്രിക്കടയുടെ ഷോപ്പിട്ടു. ഒരു ഒറ്റ മുറി ഷോപ്പാണ്, ഒരു മുറിയുള്ളൂ. അതിനകത്ത് ഞങ്ങള് സെന്റ് തോമസ് പള്ളിയുടെ വാടക കെട്ടിടത്തില് ഞങ്ങള് ഒരു കടയിട്ടു. അങ്ങനെ കടയിട്ടു. ആ കടയില് ദൈവം ഞങ്ങളെ മാനിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കടയ്ക്ക് വ്യത്യാസം വരാൻ തുടങ്ങി, സാധനങ്ങൾ വരാൻ തുടങ്ങി, ചെറിയ ചെറിയ കടകളിൽ നിന്ന് സാധനങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ദൈവം ഞങ്ങളെ മാനിച്ചു. ഭൗതികമായി ദൈവം ഞങ്ങളുടെ സമൃദ്ധിയായിട്ട് മാനിക്കുവാനിടയായി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ +2 എത്തിയിട്ട് പറഞ്ഞു, ഇനി മതി, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പഠിക്കാൻ പോകണം. അപ്പൊ വേണ്ട, മതി, ഇനി ഇത്രയൊക്കെ ആയില്ലേ. അപ്പൊ ഞാൻ ഒരു കാര്യം, ഞാൻ വണ്ടി വാങ്ങിത്തരാം, ബൈക്ക് വാങ്ങിത്തരാം, നീ ഒരു കാര്യം കുറച്ചുകൂടെ പഠിക്കേ. അങ്ങനെ സെൽഫ് ഫിനാൻസിങ് കോളേജില് കോതമംഗലം എൽദോമാർ ബെസോലിയസ് അവരുടെ സെൽഫ് ഫിനാൻസിങ് കോളേജ് മെരീൻ അക്കാഡമി പുതുപ്പാടിയില് എനിക്കൊരു അഡ്മിഷൻ ലഭിച്ചു. BCom-ന്. ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത്. BCom-ന് എനിക്കൊരു അഡ്മിഷൻ കിട്ടി. ഞാൻ അങ്ങനെ അഡ്മിഷന് അവിടെ പഠിക്കാൻ പോയി. ഒരു കാലഘട്ടത്ത് ഞാൻ അതിന്റെ വിദ്യാഭ്യാസം പറഞ്ഞല്ലോ, 1 മുതൽ 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് നിലത്തിരുന്ന. കാരണം വലിയ വൃത്തിയും മെനയൊന്നും ഇല്ല. കാരണം നമ്മൾ ഈ ആക്രി പിറക്കുന്നവർക്ക് വലിയ വൃത്തിയും മെനയുണ്ടോ, എന്താണുള്ളത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നും ഇല്ല, അന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഒരുത്തനെ ഉയർത്താൻ തുടങ്ങിയാൽ അവന്റെ ഉയർച്ചയ്ക്ക് ഒരു പരിധിയും ഉണ്ടാകില്ല എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമാണ്. അങ്ങനെ സാറുമാര് പോകുമ്പോൾ പിള്ളേരെ എല്ലാം വെച്ച് കയറ്റി നിർത്തും. സാറുമാര് പോകുമ്പോൾ പിള്ളേർ തള്ളി തള്ളി താഴെയിടും. അങ്ങനെ 7ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് വരെ വലിയ കാര്യമില്ലാത്ത, കാരണം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നുകൊണ്ട് നല്ല വസ്ത്രങ്ങളായി, മറ്റുള്ള കാര്യങ്ങളായതുകൊണ്ട് പിള്ളേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിർത്തി. ഞാൻ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിച്ചത് കോട്ട് സൂട്ട് ഇട്ടുകൊണ്ട് പോയിട്ട് വളരെ ധനികരായ മക്കളുടെ നടുവിൽ, സിനിമ ഡയറക്ടർമാരുടെ മക്കൾ, ഡോക്ടർമാരുടെ മക്കളുടെ കുട്ടി, ഈ സ്ക്രാപ്പ് ഇറക്കുന്നവന്റെ മോനും പഠിക്കാനുള്ള അവസരം ദൈവം ഈ ഭൂമിയിൽ ദൈവം എനിക്ക് തന്നു. ആ തന്നത് നല്ലതാണെങ്കിലും ആ വിദ്യാഭ്യാസം എന്റെ ജീവിതത്തിൽ വട്ടപൂജ്യമായി. അത് ഒരിക്കലും, കാരണം സമയത്ത് സാമ്പത്തികമായതുകൊണ്ട് കൂട്ടുകാരൊരുമിച്ച് സ്ഥിരം കളിക്കാൻ പോവുക, അല്ലെങ്കിൽ കറങ്ങാൻ പോവുക, ഈ കുലാസ് ഉണ്ടാവുക, ഞാനും ചാവും, നിന്നെയും കൊല്ലും, രാഷ്ട്രീയ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ അപ്പൊ രാഷ്ട്രീയത്തിൽ ചോരത്തിളപ്പൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ചെറുപ്പം വന്നല്ലോ. അങ്ങനെ ചോരത്തിളപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ അങ്ങോട്ട് പോയി. തികച്ചും ആത്മീയമായിട്ട് ഞാനൊന്ന് പുറകിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. എന്റെ മാതാവിന്റെ പിതാവ് അനിയനൊക്കെ കണ്ണുനീരൊഴിച്ച് എന്റെ മാതാവ് ഇന്നും അങ്ങനെയാണ്. ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിക്കണം, അവരുടെ ദൈവസ്ഥലം നിലവിളിക്കണം. ഏറ്റവും കൂടുതൽ ദൈവവിലയ്ക്ക് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന എന്റെ മാതാവും പിതാവുമാണ്. അവരുടെ കുടുംബജീവിതത്തിൽ ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. കാരണം നിങ്ങളുമായി വചനം ഷെയർ ചെയ്യാവുന്നതുകൊണ്ടാണ്. എന്നും രാത്രി കുടുംബ പ്രാർത്ഥനയിൽ രാത്രി മാതാവും പിതാവും പ്രാർത്ഥിക്കും. ദൈവനാമമായിട്ട് ഇത് പോകാത്ത സ്ഥലം, എല്ലാ സ്ഥലങ്ങളിലേക്കും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ വേണ്ടി അവരെന്നും പ്രാർത്ഥിച്ചിട്ടേ കിടക്കുകയുള്ളൂ. ഇത്രയും മാത്രം വിശ്വാസമാണ് അവർ. കാരണം വന്ന വഴി ഒരിക്കലും മറക്കുവാൻ ഇടയായിത്തീരുന്നത്. അങ്ങനെ ഞങ്ങള് എത്തി. ആ സമയങ്ങളിൽ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഒരു മോളി എന്ന് പറയുന്ന ഒരു സഹോദരി ദൈവദാസൻ സഭയിൽ വന്നു. അന്ന് സഭയിൽ ആ ദൈവദാസിനോട് ദൂത് പറഞ്ഞു, ദൈവിക ആലോചന പറഞ്ഞ ആലോചന എങ്ങനെയാ, നീ ഈ പോണെങ്കിൽ നീ നിയമപാലകരുടെ മുമ്പിൽ പിടിക്കപ്പെടും, ജയിലിനകത്ത് നീയാകും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ മടങ്ങി വരുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ആഹ്വാനം തന്നു. പക്ഷെ സഭ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചെങ്കിൽ ഞാനത് മറന്നു പോകാനുണ്ട്. അങ്ങനെ എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച, ഞങ്ങൾക്ക് സ്ക്രാപ്പിന്റെ കച്ചവടം എന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരന്റെ പിതാവ് കുറച്ച് സാധനം തന്നുവിട്ടതാണെന്ന് പറഞ്ഞു. എന്റെ കൂട്ടുകാരനാണല്ലോ, പരിചയമുണ്ടല്ലോ. പരിചയമില്ലാത്ത ആൾക്കാരത്ത് മേടിക്കാനൊക്കാത്തതുകൊണ്ട് പരിചയമുള്ളത് നമുക്ക് സാധനം മേടിക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ പരിചയത്തിന്റെ പുറത്ത് ഒരു 13 കിലോ വരുന്ന ഒരു ഇരുമ്പ് സാധനം വാങ്ങി, ഒരു മെതിയന്ത്രം, അത് കീഴിലും കൃഷിഭവനിൽ ഒരു മെതിയന്ത്രമായിരുന്നു. ഒന്നിനും കൊള്ളാത്തൊരു സാധനം, ഇതൊരു കുടിച്ചൊരു ആക്രിയാണെന്ന് പോലും പറഞ്ഞ അതുപോലത്തെ സാധനം തന്നു. ഞാനത് വാങ്ങിയിട്ട് 2 കൊല്ലം ആ സാധനം ലോഡ് കയറി പോകാതെ
വീട്ടിൽ കിടന്നു. തലയാഴ്ച ലോഡ് കയറി പോകുന്നു. പിറ്റേ ആഴ്ച പോലീസുകാര് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പോലീസുകാർ വീട്ടിൽ വന്ന് മുട്ടുകയാണ് കറങ്ങി. ഇവിടെ എന്നാ പരിപാടി, ഇനി വരാൻ പറഞ്ഞു. എന്നെ പറയാൻ പ്രാർത്ഥിക്കാൻ പോരാ, പ്രാർത്ഥനയൊക്കെ പിന്നെ ഇനി വരാൻ പറഞ്ഞു. അപ്പൊ എന്നാ സാറേ ഇവിടെ കളവ് മുതൽ മേടിക്കുമെന്ന്, കളവ് മുതൽ വാങ്ങുന്നു ഇല്ലാന്ന് അപ്പം പറഞ്ഞു. അപ്പം പറഞ്ഞ വഴി അപ്പന്റെ കർണത്തോട്ട് പോലീസുകാർ അടിച്ചു. അപ്പൊ അടിച്ചപ്പോ തന്നെ ഞാനത് കൈ കയറി പിടിച്ചു. സാറേ ഇതിനാ തല്ലുന്നത്, ഞാൻ കൈ കയറി പിടിച്ചു. അപ്പൊ അവരെന്നെ തല്ലി. അപ്പൊ അന്ന് ഞാൻ മുണ്ടാണ് കൊടുത്തിട്ടുള്ളത്, ഷർട്ട് പോലും ഇടാൻ പറ്റിയില്ല. അങ്ങനെ എന്നെ അവരുടെ പോലീസ് ജീപ്പിനകത്ത് കയറ്റി കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. കുറുപ്പടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു രാഷ്ട്രീയത്തിന്റെ ബലത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊക്കെ ചിന്തിച്ച് ഞാൻ അവിടെ ഇരിക്കും. പക്ഷേ അന്ന് എനിക്കൊന്നും തോന്നിയില്ല. അന്ന് രാത്രി വേറെ കുറെ ആളുകൾ വന്ന് പറഞ്ഞു, സാറ് പറയുന്ന സമയത്ത് വേണ്ടി ഞങ്ങൾ ഹാജരാക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ വിളിക്കുന്നു തോന്നുന്നു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് വരാൻ പറഞ്ഞു. 6 മണിക്ക് കുറുപ്പടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ ഇരിക്കുകയാണ്. ആ സമയത്ത് കസേരയിൽ ഇങ്ങനെ, കാരണം ഇങ്ങനെ തൊട്ടപ്പുറം കസേരയിൽ എന്നെ ഇരുത്തിയിരിക്കണം. കാരണം കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞു. കാരണം കേസിന്റെ വകുപ്പ് ഇങ്ങനെയാണ്, മോഷ്ടിക്കുന്നവന് വലിയ പ്രശ്നമൊന്നുമില്ല, അത് വാങ്ങുന്നവനാണ് ഒന്നാം പ്രതി. നിയമത്തിന്റെ ഒരു കാര്യം കണ്ടോണെങ്കിൽ മോഷ്ടിക്കുന്നവൻ പ്രതിയല്ല, വാങ്ങുന്നവനാണ് ഒന്നാം പ്രതി. അപ്പൊ ഒന്നാം പ്രതിയുടെ സ്ഥാനത്തേക്ക് എന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ഞങ്ങൾ പോലീസുകാരോട്, സാർ വേറെ സാധനം വാങ്ങിത്തരാം, പുതിയത് വാങ്ങിത്തരാം. ഇല്ല, അത് പറ്റില്ല. പാലക്കാടാണ് ഇരുമ്പുരുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് കാര്യം വണ്ടി വിളിക്ക്, നമുക്ക് പാലക്കാട് പോവാം. സാറേ ഒരു നിവൃത്തിയില്ല, പാലക്കാട് പോകാൻ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഇത് തന്നെയാണ്. അപ്പൊ അതിനൊരു 3-3:30 സമയമായി. സന്ധ്യ അസ്തമിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ എന്ത് ചെയ്യണം, പ്രൊസീജ് ചെയ്യണം. അങ്ങനെ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ ദൈവിക ആലോചന എന്റെ ഹൃദയത്തിനകത്തേക്ക് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ദൈവം എന്നെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമേ, തെറ്റുപറ്റിപ്പോയി കർത്താവെ, ഇനി ഞാനത് ചെയ്യില്ല. ദൈവമേ, അങ്ങയിലേക്ക് ഒരു മടങ്ങി വരും എനിക്ക് തരണം പറഞ്ഞ ദൈവത്തോട് പൊട്ടിക്കരയുവാൻ എന്റെ സ്റ്റേഷന്റെ നടുവിൽ. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ അറിയില്ല, പക്ഷെ അദ്ദേഹത്തിന് എന്നെ അറിയാം. ഒരാൾ മനുഷ്യൻ എന്റെ അടുക്കൽ എന്ന് പറഞ്ഞു, എന്താ പോൾസ നീ ഇവിടെ ഇരിക്കുന്നത്, സാറേ ഇങ്ങനെ സംഭവം പറ്റി, ഞാനൊന്നും അറിഞ്ഞില്ല, ആ സാധനം കിട്ടാനില്ല. അയ്യോ അങ്ങനെയാണോ, ഒരു കാര്യം ചെയ്യ്, ഞാൻ സാറോട് പറയാം, ഒരെണ്ണം എന്റെ വീട്ടിൽ കിടപ്പുണ്ട്, നീ അത് എടുത്തുകൊണ്ട് കൊടുത്ത് കേസിൽ നിന്നും ഊരാൻ പറഞ്ഞു. അത് ദൈവം അയച്ചതുപോലെയാണ്. കാരണം അദ്ദേഹം സ്റ്റേഷനിൽ വന്നു, ഞാൻ ആ സാറോട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുള്ള സാധനം തിരിച്ചുകൊണ്ട് കൊടുത്തു. അങ്ങനെ ആ കേസിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ അത്ഭുതകരമായി വിടിവിക്കുവാൻ ഇടയായി. ഞാൻ അതിനകത്ത് മാപ്പുസാക്ഷിയാകേണ്ട ആളായിരുന്നു. ഞാൻ പഠിക്കുന്നത് കൊണ്ടും മറ്റുള്ള കാര്യങ്ങളാവുന്നത് കൊണ്ടും സാറുമാർ പറഞ്ഞു, മോന്റെ പേര് അതിനകത്ത് ആഡ് ചെയ്യണ്ട, പിതാവിന്റെ പേര് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം എന്നും പറഞ്ഞ് ആദ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ യാക്രിപ്പണി ചെയ്തിട്ട് കിട്ടുന്ന ഒരു കേസാണ് ഈ ഒരു കേസ്. 25 വർഷമായി ഞങ്ങൾ ഈ സ്ക്രാപ്പിന്റെ പണി ചെയ്യുന്നു. ഇന്നേ വരെ ഒരു കേസിലും പ്രതികളല്ല, ഒരു മോഷണക്കേസിലും പ്രതിയല്ല, ഒരു കളവ് സാധനം വാങ്ങാറില്ല. ഞാൻ പറഞ്ഞ അന്യന്റെ മുതല് നമ്മുടെ കയ്യിലുണ്ടായാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ കോളേജ് പഠനം പതിക്കെ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഞാൻ ഇനി പറയാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത്, ഞാൻ കൂടുതൽ വിശ്വാസത്തിലേക്ക് അടുക്കുന്നതും ദൈവിക ശുശ്രൂഷയുടെ ഒരു ഭാഗത്തേക്കാണ് ഞാൻ വരുന്നത്. അതിനുശേഷം ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും കൂടെ ഞാൻ പറഞ്ഞതിന് ശേഷം എന്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ ആഹ്വാനം ചെയ്യുന്നു. വളരെ വളരെ സങ്കീർണമാകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഞങ്ങൾ അന്ന് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത്, ഇത്രയും സമ്പത്തുണ്ടായിട്ടും ഇത്രയും നന്മയുണ്ടായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ വണ്ടിയായി. ഞങ്ങൾക്ക് 8-10 വണ്ടികളുണ്ട്. ഞാനത് അവസാന ഭാഗങ്ങൾ വരാം. അപ്പൊ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും അപ്പനും അമ്മയും ഇതൊക്കെ നിൽക്കുന്ന സമയത്തും എന്റെ പഠനകാര്യം പകുതി വഴി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് അപ്പനൊക്കെ മാനസികമായ പ്രയാസം, അമ്മ മാനസിക പ്രയാസം, സഹോദരങ്ങൾക്ക് മാനസികമായ പ്രയാസം, ഇത്രയും വണ്ടിയും പിടിപ്പിച്ച് ഇത്രയും ചെലവഴിച്ച് പഠിച്ചിട്ട് ഇങ്ങനെയാണല്ലോ എന്ന കുറ്റബോധം കൊണ്ട് എന്നെ അവരെ ആകെപ്പാടെ ഒരു തള്ളിക്കളയുന്ന, ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം ആ സഭയ്ക്കകത്ത് ഉണ്ടായി. എല്ലാവരും എന്തായി എന്നൊരു ചോദ്യം എന്നെ വളരെയധികം മാനസിക സംഘർഷത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തേടിയ വെള്ളി കാലെ ചുറ്റുന്നത് പോലെ ഒരു കൂട്ടുകാരൻ എന്ന് പ്രത്യക്ഷപ്പെടുന്നു.
എന്നാ പോൾസ വിശ്വാസവും സന്തോഷം. നീ ഒരു കാര്യം ചെയ്യപ്പെടാൻ ഞാൻ പണിയില്ല. നീ ഒരു കാര്യം ചെയ്യ, എത്രയും പെട്ടെന്ന് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കണം. 6 മാസം കൊണ്ട് പഠിച്ചെടുക്കേണ്ട കോഴ്സ് 1.5 മാസം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തു. കാരണം എങ്ങനെയെങ്കിലും പുള്ളി പറഞ്ഞു, ഞാൻ നിന്നെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, പാസ്പോർട്ട് എടുക്കണം, ഞാൻ നിന്നെ എന്ത് ചെയ്യാം, വിദേശത്ത് ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കിൽ നമ്മൾ വീണുപോയി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പ് ഹവ്വയെ ഉപായത്തിൽ ചതിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. ആ ഒരു സാഹചര്യത്തെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ സൗകര്യം വന്നു. എത്രയും പെട്ടെന്ന് എടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. എല്ലാം ശേഷം നീ ഒരു കാര്യം എത്രയും പെട്ടെന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, ശരിയാക്കണം. ഒരു ക്യാഷിയറിന്റെ പോസ്റ്റിലേക്കാണ് നിനക്ക് അവിടെ ഞാൻ ശരിയാക്കുന്നത്. അതുകൊണ്ട് നീ അതിനു വേണ്ടി കുറെ എക്സ്പീരിയൻസ് ഇപ്പോഴും ഇരിപ്പുണ്ട് സർട്ടിഫിക്കറ്റ്, ഞാൻ കളഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞു. ഞാൻ സഹോദരൻ ഗൾഫിലേക്ക് കയറിപ്പോയി, ദുബായില്. ഞാൻ ഈ സഹോദരൻ ദുബായി കയറി പോയി 2 ദിവസം കഴിയുമ്പോൾ വിളിച്ചു, ചേട്ടാ എന്നാ വിശേഷം, സുഖം, സന്തോഷം, എന്താ എന്റെ കാര്യം, ഞാൻ നോക്കുന്നുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഞാൻ വിളിക്കും, എന്തായി കാര്യം, നോക്കുന്നുണ്ട്. ഒരു 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഞാൻ വിളിക്കും, ചേട്ടാ എന്തായി, നോക്കുന്നുണ്ട്. ഈ 15 ദിവസം കഴിഞ്ഞ സ്നേഹിതൻ ആത്മീയമായിട്ട് എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. ഒരു കാര്യം ചെയ്യേ സഹോദരൻ, ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം പെട്ടെന്ന് എന്ത് ചെയ്യും, ദൈവം അത്ഭുതം തരും. അതുകൊണ്ട് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആട്ടെന്ന് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം. 3 ദിവസം ഉപയോഗിക്കും, എന്ന് വിളിക്കും, എന്തായി കാര്യങ്ങള്, നോക്കുന്നുണ്ട്. 7 ദിവസം ഉപയോഗിക്കും, വീണ്ടും ഞാൻ വിളിക്കും, എന്തായി കാര്യങ്ങള്, നോക്കുന്നുണ്ട്. 21 ദിവസം ഉപയോഗിച്ചു പ്രാർത്ഥിച്ചിട്ട് വിളിച്ചു. സ്നേഹിതൻ പറഞ്ഞു, റോങ് നമ്പരാണ്. ഈശ്വരോട് ആ സ്നേഹിതൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇത് കേൾക്കുന്നെന്ന് എനിക്കറിയാം, കേൾക്കണം തീർച്ചയായിട്ടും. കാരണം ദൈവം എന്നെ ഉപയോഗിച്ചത് നിങ്ങളൊക്കെ അതിന്റെ ഒരു മുഖാന്തരമായി മാറി. കാരണം നിങ്ങളൊന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല. കാരണം നിങ്ങളെല്ലാവരും എനിക്ക് വിലപ്പെട്ടവരാണ്, വിലയേറിയവരാണ്. അങ്ങനെ മുമ്പോട്ട് പോയി. ഈ സമയങ്ങളിൽ കേരളത്തിലുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും നമ്പര് എങ്ങനെയൊക്കെയോ എനിക്ക് കിട്ടി. ഞാൻ അവരെല്ലാവരെയും വിളിക്കും. കാരണം നിർബന്ധത്തിന്റെ മേലില് പണ്ടേ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ അതറിഞ്ഞ് യാത്ര ചെയ്തു പോയ ഒരാളാണ്. ഈ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നതുകൊണ്ട് 21 ദിവസം പൂസിക്കുമ്പോഴും 7 ദിവസം പൂസിക്കുമ്പോഴും ഈ പാസ്റ്റർമാരെ വിളിക്കുമ്പോഴൊക്കെയും കർത്താവിന്റെ കൃപയെ ദൈവം തന്നെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു, ഒരുക്കുന്നു, മെനയുന്നു എല്ലാം നല്ലാതെ ഒരാള് പോലും നീ വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നു ഒരു മനുഷ്യനും പറഞ്ഞില്ല. ദൈവമേ, ഞാൻ ഈ ഇരുന്ന് ഉപസിക്കുന്ന മൊത്തം ഗൾഫിൽ പോയി ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം, അല്ലാതെ വേറൊരു ആഗ്രഹം എനിക്കില്ല. അങ്ങനെ എല്ലാ ദേവദാസന്മാരും പറഞ്ഞു. അങ്ങനെ ഞാനും ഈ ഉപവാസവും പ്രാർത്ഥനയാണ്, എങ്ങനെയും ഗൾഫിൽ പോകണം. അങ്ങനെ വീണ്ടും വീണ്ടും പല നമ്പറിൽ വിളിച്ചു നോക്കി, ആരെടുത്തില്ല. അങ്ങനെ 7, 3, 21 മാറി മാറി മാറി. 7 ഇരുന്ന് കഴിഞ്ഞാൽ 2 ദിവസം വിശ്രമിക്കും, വീണ്ടും 21 ഇരിക്കും. 21 കഴിഞ്ഞാൽ 3 ദിവസം വിശ്രമിക്കും, വീണ്ടും 3 ഇരിക്കും. അങ്ങനെ 7 മാറി. എന്തിനാ ഗൾഫിൽ പോകണ്ടേ, ഒരു ആഗ്രഹമില്ല. പക്ഷെ ഈ സമയങ്ങളിൽ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ദൈവദാസന്മാരിൽ കൂടെ പറഞ്ഞെങ്കിലും ഞാൻ എന്റെ ജീവിതത്തിൽ അത് വിശ്വസിച്ചില്ല. ഇത്രയും ഞാൻ ഉപസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടി ഇല്ലല്ലോ കർത്താവേ. ഈ തൊട്ടടുത്ത ചർച്ചിന്റെ കട്ടിലപ്പടി കിടന്ന് എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കണമെന്ന് പണിയൊന്നും കഴിഞ്ഞില്ല. ഞാൻ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കട്ടിലപ്പടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയം, ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ എന്റെ ശരീരത്തിനകത്തേക്ക് ഒരു പ്രത്യേക ചൂട് അനുഭവിച്ചു. ചർച്ചിന്റെ അകത്തിരുന്നാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നതും. ഈശ്വരോട് ചർച്ചിന്റെ കട്ടിലപ്പടിയിൽ എന്റെ ശരീരം മുഴുവൻ ഒരു ചൂട് ഇറങ്ങുവാനുണ്ടായി. ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. ഞാൻ വീട്ടിൽ പോയി കുളിച്ചു നോക്കിയിട്ട് ആവിയൊക്കെ ഇങ്ങനെ പൊന്തുന്നുണ്ട്. ആവിയൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് പോകുന്നത്. ഇതെന്താണെന്നറിയില്ല. ഈ ഇറങ്ങുന്ന സമയത്ത് ഒരു ശബ്ദം ഞാൻ കേട്ടു. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നിന്നെ വിശ്രമം കൂടാതെ ഒരു കുതിരയെ പോലെ ഞാൻ നിന്നെ ഓടിക്കും എന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ ശബ്ദത്തിന്റെ കൃത്യമായ വ്യാപ്തി എന്തെന്ന് അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരു സമയമാണ് ഉണ്ടായിരുന്നത്. ആ ശബ്ദം കേട്ടതിന് ശേഷം ഈ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ദൈവദാസന്മാർ ഒടുക്കം എന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് റിക്വസ്റ്റാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ഒരു ടി വിയിൽ നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ ഒരു ഹിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു ടി വി നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുന്നു, അതുപോലെ വചനത്തിന്റെ വെളിപ്പാടിലൂടെ ഓരോരുത്തരുടെ ദൈവിക ദൂതുകൾ പറയുവാൻ കർത്താവ് എന്നെ, ഞാൻ ബൈബിളിൽ പഠിച്ചിട്ടില്ല, പക്ഷെ ഈ വചനത്തിൽ കൂടെയുള്ള ദൂതുകൾ, സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ കൃത്യമായി ദൈവം വെളിപ്പെടുത്തി തരികയും അത് അതുപോലെ തന്നെ അവരോട് പറയുമ്പോൾ
അത് അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹത്തിനും കാരണമായി തീർന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നതോടൊപ്പം അവര് അങ്ങനെ ആയിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടം നടക്കുന്നത് 2010-11 കാലഘട്ടങ്ങളിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പ്രൈസലോട്, ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാലഘട്ടമാണ്. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ആത്മീയ ശുശ്രൂഷയുടെ നിലവാരം കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ആ സമയങ്ങളിൽ ഞാൻ അന്ന് നമ്മൾ അഭിഷേകം പ്രാപിച്ചൊന്നും നമ്മൾ ദൈവകൃപ പ്രാപിച്ചൊന്നും കൃപാവരം പ്രാപിച്ചൊന്നും എന്റെ സഭക്കാർ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാപിക്കണം. അല്ലെ പ്രേക്ഷകരോട് ദൂയം വിളിച്ചു പറയും, നീ പ്രാപിച്ച കൃപ നാട്ടുകാരും ആരും അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിഞ്ഞാൽ അല്ലെ പ്രേക്ഷകർ മറ്റു എല്ലാവരും അറിയുന്നത് പോലെയാണ്. അത് ഞാൻ ഉത്തമ ഉദാഹരണമാണ്. അങ്ങനെ ഞാൻ കട്ടപ്പടി കിടന്ന് ഇങ്ങനെ വന്നു ദൈവം പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ഈ ഏറ്റവും ആദ്യമായിട്ട് പ്രാർത്ഥിച്ച ദേവദാസന് നിങ്ങളുടെ സാക്ഷ്യം പറയാനായിട്ട് നിങ്ങൾ ഒരു ദിവസം എന്റെ സഭയിൽ വരണം. അപ്പൊ അങ്ങനെ തൊടുപുഴയുള്ള ഒരു സഭയില് പ്രാർത്ഥിക്കാനായിട്ടും പ്രസംഗിക്കാനായിട്ടും ശ്രമം എനിക്കറിയില്ലെങ്കിൽ പോലും എന്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പൊ അങ്ങനെ സാക്ഷ്യം പറഞ്ഞു. അവിടെ ചെന്ന് സാക്ഷ്യം പറഞ്ഞു, ദൈവജനം പ്രസംഗിച്ചു. അവിടെ വലിയ രോഗസൗഖ്യം ഉണ്ടാകുന്നു, ഭൂതങ്ങൾ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരു പ്രത്യേകമായ അന്തരീക്ഷങ്ങളിൽ ദൈവം എന്നെ ചെയ്ത് ഉപയോഗിച്ചു. ആ സമയങ്ങളിൽ ദൈവത്തിന് ഞാൻ കൂടുതൽ നമ്മളൊന്നും നിന്നിട്ട് അറിയില്ല എന്താണ് ആദ്യമായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാക്ഷ്യം പറയാനായിട്ട് വിളിക്കും. ഞാൻ സാക്ഷ്യം മാത്രമല്ല പറഞ്ഞത്, ദൈവത്തിന് കൃപ സാക്ഷ്യം വചനം ശുശ്രൂഷിക്കുക എല്ലാം ചെയ്തു. വലിയ അത്ഭുതങ്ങൾ നടന്നു. അന്ന് എനിക്ക് അവിടുന്ന് ഒരു വണ്ടിക്കൂലിയായിട്ട് 300 രൂപ എനിക്ക് തന്നു ടീച്ചറോട്. കാരണം ഈ 300 രൂപ എന്ന് പറയുന്നത് ഞാനത് ഒരു വലിയൊരു കാര്യമായിട്ടല്ല പറഞ്ഞത്, പക്ഷെ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് നാം വിശ്വാസി സമൂഹങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ദൈവജനം പറഞ്ഞ നമ്മുടെ ആദ്യത്തെ ഫലക്കറ്റ അല്ലെങ്കിൽ ആദ്യത്തെ നന്മ ദൈവത്തിന് എന്ത് ചെയ്യണം കൊടുക്കണമെന്നാണ് തിരുവചനം ഉടനീളം പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന, നിങ്ങളെങ്ങനെയും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. അങ്ങനെ ഈ 300 രൂപയും ഞാൻ എന്ത് ചെയ്തു കൈക്കലാക്കിക്കൊണ്ട് അന്ന് ഇവിടെ ഇരുന്ന പാസ്റ്റർ പൊന്നച്ച പാസ്റ്റർ കൈ കൊണ്ടുപോയി ഞാനിത് കൊടുക്കുകയാണ്. പാസ്റ്റർ, ഇതെന്റെ ആദ്യത്തെ പൈസ പാസ്റ്റർക്ക് ഇരിക്കട്ടെ. ആ പാസ്റ്റർ ഈ പൈസയൊക്കെ മേടിച്ചിട്ട്, നീ എന്ത് ജോലി ചെയ്തിട്ടാണ് നിനക്ക് കിട്ടിയത്? ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ വചനം പ്രസംഗിക്കും. എന്ത് വചനം നീ പ്രസംഗിച്ചു? ആര് പറഞ്ഞു നിന്നോട് പോയാൽ? അതുകൊണ്ട് ഈ വചനം ഒന്ന് പ്രസംഗിക്കാൻ പോകണ്ട, സഭ അറിഞ്ഞിട്ടാണോ നീ പോയത്? നീ പോകണ്ട. അതുകൊണ്ട് അങ്ങനെ സഭയിൽ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ എനിക്ക് പോകാനൊക്കെ നമ്മൾ ധിക്കരിക്കാൻ പോയെന്ന് വിചാരിക്കും. അതുകൊണ്ട് ശാന്തമായിട്ട് ഹൃദയത്തിനകത്ത് ആദ്യ ശമ്പളം കൊടുക്കുകയും ചെയ്യണം, അത് വാങ്ങുകയും ചെയ്തു. അവസാനം ഇങ്ങനെയുള്ള ഒരു ശിക്ഷണമൊക്കെ കിട്ടി. ഇതറിയാൻ കഴിയാതെ കർത്താവ് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ആ ദൈവദാസൻ സഭയിൽ 7 ദിവസം ഉപവാസം പ്രസംഗം ചെയ്യുക. ഈ 7 ദിവസം ഞാനും കുറിച്ച് പ്രാർത്ഥിക്കും. എന്റെ ഒറ്റ പ്രാർത്ഥന, കർത്താവ്, ഞാൻ ആ ദൈവദാസൻ കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ആ ദൈവദാസൻ കണ്ണുനീരൊഴിച്ച് എന്നെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് നാവിലൂടെ എന്ത് ചെയ്യണം, പറയണം. അല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, ആഗ്രഹിക്കേണ്ട കാര്യമില്ല, വേറെ ഒരു നന്മയായിട്ട് എനിക്ക് തരുകയും വേണ്ട. അങ്ങനെ 7 ദിവസം ഇവിടെ മീറ്റിംഗ് വെച്ചു, ഈ സഭയ്ക്കകത്ത് മീറ്റിംഗ് വെച്ചു. 7 ദിവസം പ്രഗത്ഭരായ ദൈവദാസന്മാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ കടന്നു വരിക. കേരളത്തിൽ എത്ര ടോപ്പ് ശുശ്രൂഷന്മാരുണ്ടോ, ഇപ്പൊ ടോപ്പും അതിന്റെ മേളിലും അങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ പ്രഗത്ഭരായ ദൈവദാസന്മാർ വരുമ്പോൾ ഏറ്റവും ആദ്യം എന്റെ അടുക്ക വരും, എന്റെ തലയ്ക്ക് വെച്ച് തൂത് പറയും, കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു, ദൈവം നിന്നെ മാനിക്കുന്നു, ദൈവജനം നീ എന്ത് സൃഷ്ടിക്കും. ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് പിടിക്കുമോ? കാരണം എന്നെ മുടക്കിയിരിക്കുകയല്ലേ. അങ്ങനെ 1-ാം ദിവസം ആ ദൈവദാസൻ അങ്ങനെ എന്നെ പറഞ്ഞു. 2ാമത് കൊണ്ടുവന്നയാളും അത് തന്നെ പറയുന്നു, ദൈവം തമ്പുരാൻ ഒരു യുദ്ധക്കളത്തിൽ നിർത്തിയിരിക്കുന്ന പോലെ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കുതിര ഓടുന്നത് പോലെ നീ ഓടും, ദൈവരാജ്യത്തിൽ നീ ഉപയോഗിക്കപ്പെടുന്നത്. 2ാമത്തെ ആൾ പറഞ്ഞു. 3ാമത്തെ ആൾ, അങ്ങനെ 7ാമത്തെ ആളായിട്ട് വന്നത് മനോജ് കുഴിക്കാല എന്ന് പറയുന്നൊരു ദൈവദാസനാണ്. 7ാം ദിവസം പ്രാർത്ഥനയ്ക്ക് വരും. ആ ദൈവദാസനോട് ദൈവത്തിന്റെ ആത്മാടപെട്ടു. കൃത്യമായ ദിവസം ഞാൻ ആഗ്രഹിച്ചത് എന്താണ്, അങ്ങനെ തന്നെ ദൈവദാസൻ ദൈവസഭയിൽ വിളിച്ചു പറയുവാനുണ്ട്, ഇനി നിങ്ങൾ ഇവനെ അടക്കിയിരുത്തരുത്, ഇവന്റെ കയറ് കെട്ടഴിച്ച് ദൈവരാജ്യത്തിന് കെട്ടുപണിക്കൊണ്ട് ഉപയോഗിക്കണമെന്ന് ദൈവശബ്ദം ആ ദൈവദാസനിലൂടെ ഇവിടെ വന്നിരുന്ന ദൈവജനങ്ങൾ, ദൈവദാസൻ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാസ്റ്റർ ഇവിടെ ഇരുന്ന് കരയാം. പൊന്നച്ചൻ പാസ്റ്റർ ഈ ഫോണിന്റെ പുൽപ്പിറ്റിന്റെ താഴെ ഇരുന്ന് കരയുന്നു. കരഞ്ഞതിന് ശേഷം പാസ്റ്റർ അവസാനം എഴുന്നേറ്റ് പറഞ്ഞു, പോൾസനെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചിരുത്താൻ ഒക്കില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം ഞായറാഴ്ച സമർപ്പിക്കണം. അതുകൊണ്ട് സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും
എന്ന് ദൈവദാസൻ എന്ത് ചെയ്തു? സഭയിൽ പ്രസിദ്ധം ചെയ്തു. ഞാനതനുസരിച്ച് ഞായറാഴ്ച ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നു. അന്ന് പാസ്റ്റർ ഉച്ചക്കത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ആശീർവാദത്തിന് മുമ്പ് എന്നെ ദൈവദാസൻ മുൻപോട്ട് വിളിക്കുന്നു. ഞാൻ പോയത് നേരെ പുറയിലേക്കാണ്. ഞാൻ എൻ്റെ അപ്പന്റെ അമ്മയുടെ അടുക്കൽ പോയി അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ദൈവരാജ്യം ദൈവകല ചെയ്യണം, എനിക്ക് പ്രസംഗിക്കണം, നിങ്ങൾ എന്നെ തടയരുത്. ദൈവം ഉപയോഗിക്കുന്നിടത്തോളം കാലം ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഉപയോഗിക്കണം എന്ന് ഞാൻ എൻ്റെ അപ്പനും അമ്മയോട് പറഞ്ഞു. എൻ്റെ സ്വന്തം സഹോദരനെ സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയം എനിക്കില്ലായിരുന്നു. യേശുവോട് ഞാൻ എൻ്റെ സഹോദരന്റെ അടുക്കൽ ചെന്ന് അവന്റെ കാൽക്കൽ വീണ് പറഞ്ഞിട്ടുണ്ട്, അന്ന് മോനെ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ അനിയന്റെ സ്നേഹവും യാത്രയും വാങ്ങി നേരെ ചർച്ചിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ വീണ്ടും അന്ന് ഞാൻ അനുഭവിച്ച ചൂടിന്റെ ശബ്ദം കേട്ടു. ഒരു കുതിരയെ പോലെ ദൈവം തന്നെ ഓടിക്കും, ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് ഉപയോഗിക്കുമെന്നുള്ള ആ ശബ്ദം വ്യക്തമായി കേട്ടു. കേൾക്കുക മാത്രമല്ല, ഞാൻ ദൈവത്തോട് വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. കർത്താവെ, ഈ ദൈവവേല ചെയ്യണമെന്ന് അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതെനിക്ക് എന്ത് ചെയ്യണം? നടപ്പിലാക്കി തരണം. ഒന്ന്, സുവിശേഷ വേല നിമിത്തം ഒരാളുടെ കൈ നീട്ടി നിൽക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കരുത് എന്ന എന്റെ ഒന്നാമത്തെ വ്യവസ്ഥ. രണ്ട്, ഈ സുവിശേഷം വിറ്റ് ധനികനായി തീരണമെന്ന് ഒരു ആഗ്രഹവും എനിക്കില്ല. ആ ഒരു ചിന്ത എനിക്ക് എന്ത് ചെയ്യരുത്? ഉണ്ടാകരുത്. ഈ രണ്ട് കാര്യവും ഞാൻ ദൈവത്തിൽ ഏൽപ്പിച്ചു. അങ്ങനെ ഞാനവിടെ മുമ്പിൽ വന്നിരുന്നു. അതേ ചൂട് വീണ്ടും അനുഭവിച്ചു. അന്ന് മുതൽ ഓടിയ ഓട്ടം കൃപയാൽ 2000 കൊറോണയുടെ ആ സമയങ്ങൾ വരെയും കൃപയാൽ ദൈവം അതിൻ്റെതാവുന്ന സമയങ്ങൾ കൃത്യമായി ദൈവം എന്നെ ഉപയോഗിക്കുവാനിടയായി. കേരളത്തിൽ ഞാൻ പോകാത്ത ജില്ലകൾ വളരെ കുറവാണ്, പോകാത്ത ചർച്ചകൾ വളരെ കുറവാണ്. വെച്ചോട് വടക്കേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ BCC കൺട്രികളിൽ പോയിട്ടുണ്ട്. ഇത് പോയതൊക്കെയും ഈ വേദപുസ്തകം ചുമന്നത് കൊണ്ടാണ്. വെച്ചോട് ദൈവം എന്നെ മാനിച്ചത് ദരിദ്രനെ കുപ്പയിൽ ഉയർത്തുന്ന ദൈവം, തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന ദൈവമാണ്. കോടീശ്വരന്മാരുടെ നടുവിൽ ഈ ആക്രി പിറക്കുന്ന ഞാൻ ഈ വേദപുസ്തകമായി പ്രസംഗിക്കുവാൻ ദൈവം ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ കുപ്പയിൽ ഉയർത്തുന്ന ദൈവം. ആ ദൈവം എന്നെ ഉയർത്തിയത് വളരെ അത്ഭുതകരമായ രീതിയിലായി. അങ്ങനെ സ്വസ്ഥതയ്ക്ക് പോയി ദൈവം മാനിച്ചു. വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് ശേഷം വിവാഹം കഴിഞ്ഞ് 2013 ഞങ്ങളുടെ വിവാഹം കഴിയുന്നു. 14 ഒരു കുട്ടി ജനിക്കുന്നു. പേര് ഫൈസൽ. അങ്ങനെ കുട്ടി ജനിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലാണെങ്കിൽ 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. കാരണം എൻ്റെ മൂത്ത സഹോദരിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, എൻ്റെ രണ്ടാമത്തെ സഹോദരിക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പൊ അതിനുശേഷം എൻ്റെ വീട്ടിൽ ആദ്യമായി ഉണ്ടാകുന്ന കുഞ്ഞാണ് എൻ്റെ മോൻ. അങ്ങനെ കോളേജിൽ മെഡിക്കൽ കോളേജിൽ അവന്റെ പ്രസവ ശുശ്രൂഷ ഓപ്പറേഷൻ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് നല്ല ഒന്നാന്തരം നല്ലൊരു ആൺകുഞ്ഞ്, കണ്ടാൽ ആരും ഊനമുണ്ടെന്നൊന്നും പറയില്ല. അങ്ങനെ അവൻ ജനിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ കൺസൾട്ടന്റ് വന്നു, വിളിച്ചു. ഒരു പിതാവോ മാതാവോ ആരെയും കൊണ്ട് വരാൻ ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഈ കൊച്ചിനെ കൊണ്ട് നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? കാരണം ഇവന് ചെവി കേൾക്കില്ല, ഇവൻ സംസാരിക്കില്ല, ഇവൻ പൊട്ടനാണ്. തന്നെ മാത്രമല്ല ഇവന്റെ നാക്ക്, ചെറുനാക്ക്, നമ്മുടെ ഉള്ളിൽ ചെറിയൊരു നാക്കില്ലേ, അണ്ണാക്ക്, കുഞ്ഞു നാക്ക് പറഞ്ഞുണ്ടല്ലോ, ആ നാക്ക് ഇല്ലാണ്ട് ഇത്രയും ഭാഗം ഹോള് ഉണ്ടായിട്ട് ജനിച്ചൊരു കുഞ്ഞാണ് എനിക്ക് ദൈവം ദാനമായി തന്നത്. ഈശോയോട് കുഞ്ഞിനെ കിട്ടിയപ്പോൾ തികച്ചും ആത്മീയമായിട്ട് ഞാനൊന്ന് ഇടിയുവാനില്ലേ. കാരണം ഈ ദൈവത്തിന് വേണ്ടി രാവും പകലും ഇല്ലാതെ പോകാത്ത സ്ഥലങ്ങളിലെ കുടുംബം പോലും പലപ്പോഴും ഒറ്റപ്പെടുത്തി ദിനങ്ങൾ രാത്രികള് ഉറക്കമൊളിച്ച് പല സ്ഥലങ്ങളിൽ പോയിട്ട്, ദൈവമേ നീ എനിക്ക് തന്നത് ഇങ്ങനത്തെ ഒരു കുഞ്ഞിനെയാണല്ലോ, ഇനി സുവിശേഷം വേണ്ട, ഒന്നും വേണ്ട, ഒക്കെ തീർന്നു, അവസാനിച്ചു. ആ സമയങ്ങളിൽ വിദേശ രാജ്യങ്ങളുടെ മീറ്റിംഗ് ഇഷ്ടം പോലെ. ഈശോയോട് ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കില്ല. കാരണം എന്റെ ജീവിതത്തിൽ നിരാശ. രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് ആണ്, രണ്ടാമത്തെ ഒരു പ്രത്യേക സാഹചര്യമാണെന്നുണ്ടായത്. അങ്ങനെ ആ കുഞ്ഞിന്റെ ജനനം നിന്നും ആ സമയത്ത് എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് സൗജന്യ ചികിത്സ, ഈ കൊച്ചിനെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാലും ചെല്ലുന്നിടത്തൊക്കെ ICUവിലാണ് കേട്ടത്. ഇവന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇവന് മുലപ്പാല് വലിച്ചു കുടിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കുപ്പിയിൽ പാല് കൊടുത്താലും
ആ പാല് കുടിച്ചു കഴിഞ്ഞാൽ നേരെ ശിരസിലേക്ക് പോകും. ഒരു ദിവസം കൊച്ചു ഒരു 25 പ്രാവശ്യമെങ്കിലും കൊച്ചു നിശ്ചലമായ അവസ്ഥയിലാണ്. ഇത് കാണുമ്പോൾ പ്രായം 18 വയസ്സിൽ എന്റെ കല്യാണം കഴിച്ചുകൊണ്ടെന്നാണ് എന്റെ ഭാര്യ സഹോദരന്. അപ്പൊ 19-ആം വയസ്സില് കുഞ്ഞ് ജനിക്കുന്നു. ഈ കൊച്ചിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് അവള് സിസേറിയനായിരുന്നു. അവളും രാത്രി പകലില്ലാതെ കൊച്ചിനെ നോക്കിയിരിക്കുന്ന ഒരേ ഇരിപ്പ്. എനിക്കും അതേ അവസ്ഥ. കുഞ്ഞാണെങ്കില് രാത്രിയുടെ പാല് കുടിച്ച് സ്ഥലത്തിൽ പോയി മരിച്ചു പോകും. അപ്പോ കുടിക്കുമ്പോ തന്നെ സ്ഥലത്തിലേക്ക് കയറുമ്പോ തന്നെ മൂക്ക് ചപ്പ് വലിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ കൊച്ചിന്റെ ജീവൻ നിലനിർത്തിയിട്ട് കണ്ട് നമുക്ക് ഏതൊരു പിതാവിനും സഹിക്കാൻ പറ്റില്ല. അത്രയും മാത്രം പ്രയാസമായി 3 വർഷക്കാലം ഒരാളുടെയും ഫോൺ കോൾ ഞാൻ അറ്റൻഡ് ചെയ്യില്ല. ഒരാൾക്കും വേണ്ടി പ്രാർത്ഥിക്കില്ല. മുടി വെട്ടാൻ പറ്റില്ല. മുടി വെട്ടാതെയും ഷേവ് ചെയ്യാതെയും ഇങ്ങനെ വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു. ഈ സമയത്ത് ഇരിക്കുമ്പോഴാണ് കോഴിക്കോട്ടുള്ള ഒരു ബാബു പാസ്റ്റർ, ഇവിടെ കോളേജ് യൂണിവേഴ്സിറ്റി അടുത്താണ് കോഴിക്കോട്. ആ ദേവദാസിന് ദൈവം ഒരു ദർശനം കൊടുത്തു. ആ ദേവദാസിന് എന്നെ കാണാനായിട്ട് എന്റെ വീട്ടിൽ വന്നു. കുറ്റുവഴിയിൽ വന്നു കയറി പായിടാൻ പറഞ്ഞു. ഞാൻ പായിടാൻ പറഞ്ഞു. പായിട്ടു. പായിട്ടിട്ട് ദേവദാസൻ കൃത്യമായ ദൂതനോട് പറഞ്ഞു, നിന്റെ അന്ധകാരത്തെ ഞാൻ പ്രകാശിതമാക്കും ഋഷരോട് എന്നൊരൊറ്റ ഒരു പദം എന്നെ വീണ്ടും ദൈവം ശക്തിപ്പെടുത്തുവാനിടയിൽ, ദൈവം എന്നെ സഹായിക്കുവാനിടയിൽ. ഞാൻ ആ ശബ്ദം കേട്ട് ഞാൻ എന്നെ തന്നെ ദൈവത്തിന്റെ വീണ്ടും ഏൽപ്പിച്ചു കൊടുത്തു. നാഥാ, എന്റെ ജീവിതത്തിൽ ബലഹീനമുള്ളത് ഒന്നും ഓർക്കട്ടെ, ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന്റെ പ്രാർത്ഥന. വീണ്ടും കർത്താവിന്റെ കൃപയിൽ അന്ന് മുതൽ ഇന്ന് വരെയും ഒരാളിടത്തും ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ ചോദിക്കാറില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. കാരണം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം നമ്മളെ തന്നാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു ആളാണ്. വണ്ടിക്കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോയിട്ടില്ല. കാരണം ആവശ്യത്തിലധികം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പ്രഷറോട് അങ്ങനെ ആ ദേവദാസൻ വന്നു പറഞ്ഞു, കൊച്ചിന് ജൂബിലി മിഷന്റെ ഹോസ്പിറ്റലില് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇവന്റെ ഒപ്പം ഓപ്പറേഷൻ ചെയ്ത് 39 കുട്ടികളെ, അതിനകത്ത് ഒരാൾ നമ്മുടെ കൊച്ചാണ്. അപ്പൊ അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറിന്റെ പ്രായം എന്ന് പറയുന്നത് 94-95 വയസ്സുള്ള ഡോക്ടർ എഡൻബാല. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം അന്ന് ഓപ്പറേഷൻ ചെയ്ത ഇവന്റെ കൂട്ടത്തിലുള്ള 38 കുഞ്ഞുങ്ങളും ഇന്നും മാറി മാറി ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ അന്ന് ദൈവത്തോട് കാണിച്ച നന്ദികേട്, പക്ഷെ ദൈവം എന്നോട് അത് ചെയ്തില്ല. കാരണം ദൈവം എന്റെ കുഞ്ഞിന് അത്ഭുതകരമായി ദൈവം അവന് സൗഖ്യം കൊടുത്തു. അവന്റെ ഓപ്പറേഷൻ ചെയ്തു, ഏറ്റവും ഭംഗിയായി തീർന്നു. അവൻ പൊട്ടനാന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് നന്നായി പാട്ട് പാടും, നന്നായി സംഗീത ഉപകരണങ്ങൾ വായിക്കും. കൃപയാൽ അവന് കൊടുത്തിരിക്കുന്ന താലന്ത് അവൻ കൃത്യമായി ഉപയോഗിക്കുന്നുള്ള കാര്യം ഞാൻ ദൈവത്തിന് മഹത്വപ്പെടുത്തിക്കുകയാണ്. അങ്ങനെ ആ ഒരു ജീവിതമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇൻസിഡന്റ് ഉണ്ടായത്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. കൃപയാൽ അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം എന്നെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ പോയ സമയത്ത് ഇന്ന് ഞങ്ങളുടെ അവസ്ഥ ഞാൻ അതോടെ പറഞ്ഞതിന് ശേഷം ഞാൻ ദൈവസനില് ഞാൻ എന്റെ സാക്ഷ്യം വിരാമം കുറിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് കൃപയാൽ ദൈവം ഞങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. കൃപയാൽ ഇന്ന് ഞങ്ങൾക്ക് 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള മനോഹരമായ വീടുണ്ട്. 8-10 വണ്ടിയുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ക്രാപ്പ് ഷോപ്പ് 3 ഷോപ്പുണ്ട്. പുല്ലുവീട് സ്വന്തമായിട്ട് 20 സെന്റ് സ്ഥലമുള്ള സ്വന്തമായി കെട്ടിടമുള്ള ഒരു സ്ഥാപനം ഞങ്ങൾക്കുണ്ട്. ഇന്ന് കാറ് ഞങ്ങൾക്കുണ്ട്. ഇന്ന് ദൈവകൃപയാൽ തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് വീടുണ്ട്. 2 നില വീടുണ്ട്. കൃപയാൽ ഞങ്ങളുടെ ആസ്തികളെല്ലാം കൂട്ടി പറഞ്ഞ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് കൃപയാൽ തരക്കേടില്ലാത്ത നല്ലൊരു ആസ്തിയുടെ ഉടമയാക്കി സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ തീർക്കുവാനിടയായി. ഇന്ന് ഞങ്ങൾ ഇതേ ബിസിനസ് തന്നെ ചെയ്യുന്നുണ്ട്. കേരള സെയിൽസ് ടാക്സിൽ ടാക്സ് അടച്ച് മാസം തോറും ലക്ഷക്കണക്കിന് രൂപ ടാക്സ് അടച്ച് ബിസിനസ് ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക. അതിലെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കാര്യം. ഇത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം. ആഴ്ചയിൽ 4-5 ദിവസം ദൈവരാജ്യത്തെ കെട്ടുപണിക്ക് ചെയ്യുക, 2 ദിവസം നമ്മുടെ കാര്യം നോക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, വണ്ടിക്കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ശുശ്രൂഷിക്കാൻ ഞാൻ പോകാറില്ല. ദൈവം പറഞ്ഞ കാര്യം മുഖത്ത് നോക്കി അങ്ങനെ തന്നെ പറയാൻ ഒരു മടിയുമില്ല, ഒരു 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 ലജ്ജയും എനിക്കില്ല. കാരണം എന്റെ സാക്ഷ്യമാണ് എന്നെ ഇത്രത്തോളം ഉയർത്തുവാനിടയായത്. ഈശ്വരോട് എന്റെ സാക്ഷ്യമാണ് ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിലും എന്നെ കൊണ്ടെത്തിച്ചത് എന്നുള്ള വിശ്വാസം എനിക്ക് നല്ല ദൃഢനിശ്ചയമുണ്ട്. ദൈവം കൃപയാൽ ദൈവം എന്നെ മാനിച്ചു, എന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ആ വാക്യം
യഹോവ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്താൻ ദൈവം സഹായിച്ചു. 2 പ്രാവശ്യം അമേരിക്കയിലെ ഇന്റർവ്യൂക്ക് വേണ്ടി ഞാൻ പോയാളാണ്. കാരണം എന്നെ ഒരു മനുഷ്യനും അറിയില്ല. കേരളത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദേവദാസനെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. കാരണം ഇതൊക്കെ ഒരു അനുഭവമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു ദേവദാസൻ ക്ലച്ച് പിടിക്കണമെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്യണം? ഒന്ന് പരിചയപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു ടീം വർക്കായിരിക്കണം. എനിക്ക് ടീം വർക്കും ഇല്ല, എന്നെ പരിചയപ്പെടുത്തുവാൻ ആരുമില്ല. പക്ഷെ എന്നെ പരിചയപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവമാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ആ പരിചയപ്പെടുത്തിയ വാക്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. അവൻ ആകാശത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുന്നു, അവൻ എളിയവനെ കുടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ദൈവം. തീർച്ചയായിട്ടും ആ വാക്യം ആർക്കും വേണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ മരണത്തോളം, എന്റെ മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം ഇനി ദൈവം എന്നെ എത്ര ഉയർത്തിയാലും, ഏതൊക്കെ വലിയ വലിയ സ്റ്റേജുകൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബൈബിൾ കോളേജിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്, വലിയ വലിയ മീറ്റിംഗുകൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, സംയുക്തമായ മീറ്റിംഗുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ പ്രസംഗിച്ച സ്ഥലത്തൊക്കെ വലിയ കോടീശ്വരന്മാരുടെ മക്കളുടെ നടുവിൽ പോയി ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലൊന്നും പറയുന്നതിൽ ഒരു ലജ്ജയും എനിക്കില്ല. കാരണം അവിടെ ചെന്നാലും ഇനി ഇല്ലെങ്കിലും ഉള്ളെങ്കിലും എവിടെ ചെന്നാലും സാക്ഷ്യം പറയാതെ ഞാൻ ദൈവജനം പ്രസംഗിക്കാറില്ല. അങ്ങനെ കൃപയാൽ എന്നെ എന്റെ കുടുംബത്തെ സമൃദ്ധിയായി ദൈവം അനുഗ്രഹിച്ചു, ദൈവം മാനിച്ചു. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ ഞാൻ എന്റെ സാക്ഷ്യത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഒന്നിനും നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത സ്വർഗത്തിലെ ദൈവം എന്നെയും എന്റെ കുടുംബത്തെയും ദൈവം മാനിക്കുവാനിടയായി. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ദൈവം നിങ്ങളുടെ എല്ലാ മേഖലകളിലും ആത്മീകമായി, ഭൗതികമായി, ശാരീരികമായി, സാമ്പത്തികമായി, സകല മണ്ഡലങ്ങൾ അതിലുപരിയായി നിത്യതയുടെ അവകാശികളാക്കി തീർക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടും ഒരു പ്രാവശ്യം കൂടെ എന്നെ കേട്ടിരുന്ന മുഴുവൻ ഇതിന്റെ പ്രേക്ഷകരോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ എന്റെ നന്ദിയും വന്ദനവും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേക ദൈവദാസനോടുള്ള നന്ദിയും. നിങ്ങളുടെ ടിവിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി തീരട്ടെ, അത് അനേകർക്ക് പ്രയോജനമായി തീരട്ടെ. അതിലുപരി അനേകര് ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. എന്നെ ഓർത്ത് നിങ്ങൾ ഓർക്കുമ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയില്ല. ഓർക്കുമ്പോൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഒരു മകനായി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരനായി, നിങ്ങളുടെ ദൈവദാസനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് എന്റെ നിലനിൽപ്പ്, പ്രാർത്ഥനയാണ് എന്റെ ശുശ്രൂഷയുടേതാകുന്ന ആയുധവും ആ ഒരു സമ്പത്തും. കാരണം എന്റെ മാതാവ് എന്നും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മാതാവാണ്. ഒരു ദിവസം പോലും കരയാത്ത ദിവസം ഞാൻ കണ്ടിട്ടില്ല. കാരണം ദൈവസന്നിധിയിൽ വന്നാൽ എന്റെ അമ്മ പറയുന്നൊരു കാര്യം, നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത് മക്കളെ. നിങ്ങളെ ദൈവം എത്ര ഉയർത്തിയാലും, എത്ര സമൃദ്ധി കൊണ്ടിരുത്തിയാലും, ദൈവം നിങ്ങൾ ഇനി എത്രയും മാനിച്ചാലും, മാന്യതയുടെ നടുവിൽ ദൈവത്തെ മറന്നു കളഞ്ഞുള്ള യാത്ര ചെയ്യരുതെന്ന് ദിനം പ്രതി ഇന്നൊരു കൊച്ചുകുഞ്ഞിനെ പോലെ ഉപദേശിക്കുന്ന ഒരു പിതാവ് മാതാവ് എനിക്കുണ്ട്. എന്റെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് മാത്രം ചോദിക്കൊണ്ട് സാക്ഷ്യത്തിൽ നിന്ന് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ആമേൻ. ദൈവസന്നിധിയിൽ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന വ്യത്യസ്തമായ ചില ആ നടപ്പാതകൾ എല്ലാവർക്കും തിരിഞ്ഞു നോക്കാനോ എല്ലാവർക്കും പറയുവാനോ ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞെന്ന് വരികയില്ല. കർത്താവിൻ്റെ ദാസൻ പോൾസൺ ആ വന്ന വഴികളെ മറക്കാതെ എത്ര അത്ഭുതകരമായി ദൈവം കൂടെയിരുന്നു വഴി നടത്തി എന്നുള്ളതായ ആ ഒരു തിരിച്ചറിവ് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ വാക്കുകളിലൂടെ പ്രതിധ്വനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ആ നന്ദിയുടെ വാക്കുകൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അവരെ സ്വാധീനിക്കുവാൻ, സ്പർശിക്കുവാൻ, ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഇടയാക്കി തീർക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ സമ്പന്ന കുടുംബത്തിൽ മകനായിട്ട് ആ നിലയിൽ ജനിച്ച് വളരെ നല്ല ജീവിത നിലവാരം പുലർത്തി വന്നതായ ആ സാഹചര്യം പെട്ടെന്നുണ്ടാകുന്ന ചില അടിയൊഴുക്കുകൾ നിമിത്തം എല്ലാം തകർന്നടിഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ആത്മഹത്യ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്
നെട്ടോട്ടമോടിയ ആ നാളുകളിൽ, ഒളിച്ചോടിയ ആ ദിനരാത്രങ്ങൾ എത്ര ഭയാനകമായിരുന്നു, എത്ര ഭീകരമായ ആ രാത്രികൾ, ആ നാളുകൾ ആ മാതാപിതാക്കന്മാർ കടന്നുപോയി. അതെ, പെരുമ്പാവൂര് വന്നു. ആ മാതാപിതാക്കന്മാർ ബസ് സ്റ്റാൻഡിലും റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും വഴിയരികിലും കടത്തിണ്ണകളിലുമൊക്കെ അവരന്തി ഉറങ്ങി അവരുടെ ജീവിതം തള്ളി നീക്കിയെങ്കിലും ദൈവത്തിന് ആ പ്രിയ മാതാപിതാക്കന്മാരോട്, ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരോട് കരുണ തോന്നി. ദൈവസ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കി ആ അവസ്ഥകളെല്ലാം ദൈവം കണ്ടു. സ്തോത്രം. ഞാൻ ഓർക്കുകയായിരുന്നു ആ ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം കർത്താവായ യേശുക്രിസ്തു പറയുമ്പോൾ ആ ധനവാനെ നോക്കിയതിനേക്കാൾ ഉപരിയായി കർത്താവ് കണ്ടത് ആ പടിപ്പുരയ്ക്കൽ കിടന്നതായ ആ കുഷ്ഠരോഗിയായ ആ സാധുവായ ആ മനുഷ്യനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നത്തേതിൽ ആ മനുഷ്യൻ മരിച്ചു പറുദീസയിലേക്ക്, അബ്രഹാമിൻ്റെ മടിയിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്ന തിരുവെഴുത്തുകളൊക്കെ നമ്മൾ വായിക്കുന്നു. ദൈവം ഒരു വ്യക്തിയെ കുനിഞ്ഞു നോക്കുന്ന, സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുന്ന ആ അനുഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു എല്ലാവർക്കും ലഭിക്കുന്ന ഒരു അനുഭവം അല്ല. അപൂർവം ചിലർക്ക് മാത്രം ലഭിക്കുന്ന ചില അനുഭവമാണ്. കർത്താവിൻ്റെ ദാസൻ പോൾസൺ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർക്ക് ആ അനുഭവം ലഭിച്ചു. അതെ, ദൈവത്തിൻ്റെ ദയാ കടാക്ഷം ആ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുവാനിടയായി തീർന്നല്ലോ. ഇന്ന് അനേക പ്രിയപ്പെട്ടവരുടെ മുൻപാകെ അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം പ്രിയ ദൈവമനുഷ്യനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഈ കർത്താവ് സഹായിക്കട്ടെ. ആത്മീയമായും ഭൗമികമായും സാമ്പത്തികമായും എല്ലാ നിലയിലും ദൈവം സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ, അതിരുകളെ വിശാലമാക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി. എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, തൻ്റെ സഹോദരന്മാരെക്കാൾ അധികമായി തൻ്റെ സ്ഥിതിയെ ദൈവവിശാലതയിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നതുപോലെ മറ്റേതൊരു വ്യക്തിയെക്കാളും പരിമിതികളുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചതുകൊണ്ട് ദൈവം തൻ്റെ കരം കൂടെ ഇരുന്ന് വഴി നടത്തുവാനിടയായി തീർന്നു. മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, ആത്മഹത്യയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ, ഒറ്റപ്പെടുവാൻ അനുവദിക്കാതെ ദൈവം പ്രത്യേകം സംരക്ഷിച്ച് പരിപാലിക്കുവാൻ ഇടയായി തീർന്നല്ലോ. സ്തോത്രം. ഞാൻ ഓർക്കുകയായിരുന്നു, പലപ്പോഴും പല ഇടങ്ങളിൽ ചെന്നപ്പോഴും പട്ടിയെ എറിയുന്നത് പോലെ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചതായ ആ ദിനങ്ങൾ ഒരു പക്ഷെങ്കിൽ ഒരിക്കലും ആ നിമിഷങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന അനുഭവങ്ങളായിരുന്നില്ല. വേദനാജനകമായ ആ സമയങ്ങളിൽ നിന്ന് ഇന്ന് എത്രയോ പ്രിയപ്പെട്ടവർക്ക് ഒരു പക്ഷെങ്കിൽ ആശ്വാസമായി തീരത്തക്കവണ്ണം, എത്രയോ പ്രിയപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുവാൻ, എത്രയോ പ്രിയപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങായി തീരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസൻ പ്രിയ പോൾസനെ, കുടുംബത്തെ ദൈവം ഉപയോഗിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ പിന്നെ ശക്തമായി ഉപയോഗിക്കട്ടെ. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ, ആദരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകരോടും നിങ്ങൾ കേട്ടതായ ഈ അനുഭവങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഏതെല്ലാം മേഖലകളിൽ സ്വാധീനിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ കേൾവിക്കാർക്ക് ഇതൊരു അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആകയാൽ ഒരു നിമിഷം കർത്താവെ അങ്ങനെ കാണുന്നു, അങ്ങനെ കാണുന്നു. ആ മരുഭൂമിയിൽ ഹാഗാർ തൻ്റെ കുഞ്ഞുമായി ആമേന് മരണത്തെയും ജീവിതത്തെ മുന്നിൽ കണ്ട് നിലവിളിക്കുന്ന ആ സന്ദർഭങ്ങൾ നമുക്കറിയാം. അവിടെയും ഹാഗാറിൻ്റെ മുൻപിൽ കേട്ടതായ ദൈവശബ്ദം, അവൾ ചോദിക്കുന്നു, എന്നെ കാണുന്നവൻ ഇവിടെയും എന്നെ കാണുന്നുവോ ആമേൻ എന്ന് അവൾ ചോദിക്കുക. സ്തോത്രം. അതെ, ദൈവത്തിൻ്റെ ദൃഷ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ ആമേൻ ആ വ്യക്തിയോട് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എവിടെ പോയിരുന്നാലും ആ വ്യക്തിയുടെ കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ആമേനിടയായിത്തീരും. ഹാഗാറിനോട് കൂടെ ഇരുന്ന് ആ കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ അത് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ തലമുറകളുടെ ജീവിത ആവശ്യങ്ങളിൽ എല്ലാറ്റിലും എല്ലായിടത്തും പ്രവർത്തിക്കുവാൻ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ, ആത്മീയമായും ഭൗമികമായും എല്ലാ മേഖലകളിലും സൗഖ്യവും തരുവാൻ കർത്താവിന് കഴിയും. ആകയാൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം,
ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നാം ആയിരിക്കുന്നിടത്ത്, ഭവനത്തിൽ, യാത്രയിൽ, ജോലിസ്ഥലത്ത്, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ വീട്ടിൽ, രോഗക്കിടക്കയിൽ, നമ്മൾ നിരാശയിലായിരിക്കുന്ന ഇടങ്ങളിൽ, ഒരുപക്ഷെ ആത്മഹത്യ മാത്രം പരിഹാരമായി ഒരുപക്ഷെങ്കിൽ കണ്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കുടുംബത്തിൽ സമാധാന സ്വസ്ഥതയില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവരോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ആശ്വാസം തരുവാൻ, നിങ്ങൾക്ക് ധൈര്യം തരുവാൻ, നിങ്ങൾക്ക് ഉറപ്പ് തരുവാൻ, ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന സമയം ഏത് തന്നെയായിരുന്നാലും അവിടെ ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് ശക്തി പകരുവാനിടയായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം ആയിരിക്കുന്നിടത്ത് ദൈവത്തിൽ കർത്താവ് എന്നോട് സംസാരിക്കണമേ. അവിടുത്തെ ദാസനിലൂടെ എന്നെ കേൾപ്പിച്ച നല്ല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹമായി തീരേണ്ടതിന്, വിടുതലായി തീരേണ്ടതിന് ഞാനിത് എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവിനെ, പ്രാണനെ, ശരീരത്തെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നാം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വാഗ്ദത്തങ്ങളിൽ വിശ്വസത്തിന് വാക്കുമാറാത്ത ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ TV ചാനൽ കേൾക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവിന് കേൾപ്പിച്ച നല്ല സാക്ഷ്യത്തിന്റെ ഭാഗത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവേ, അടിയന്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് സാക്ഷി ഉളവാക്കത്തക്കവണ്ണം നിലകളിൽ ദൈവ നാളുകളിൽ അത് അനേകർക്ക് പ്രയോജനമായി തീരെ സഹായിക്കണം. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ഹൃദയത്തിന്റെ ഭാരം നുറുക്കത്തിലൂടെ ആയിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വരുന്ന ആളുകളിൽ അവരുടെ സകല പ്രശ്നത്തിനും പരിഹാരം യേശുവാണെന്നുള്ള വിശ്വാസവും ഉത്തമ ബോധ്യവും തിരിച്ചറിവ് വരുവാനും ദൈവം സഹായിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മുഴുവൻ TV പ്രവർത്തകർ എല്ലാവരും ദൈവം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാ ചാനലിലാകുന്ന ശ്രോതാക്കളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനെ നടത്തുന്ന വാത്സല്യ ദേവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനാവുന്ന എല്ലാ കൃമികൾക്കായി സ്തോത്രം. അതിനാവുന്ന ഭൗതിക, ആത്മീക മേഖല, എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും ദൈവത്തിന് വലിയ കാവലുണ്ടാകണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കൃപ വ്യാപരിപ്പാണ്ടയാകണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്ന് വരട്ടിക്കുന്ന ദൈവമാകയാൽ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയ നുറുക്കത്തോടെ, വേദനയോട്, മാനസിക പ്രയാസമായി, കടഭാരമായി, അല്ലെങ്കിൽ മക്കളുടെ വിഷയങ്ങൾ ഓർത്ത്, മക്കളുടെ വിവാഹത്തെ ഓർത്ത്, മക്കളുടെ ജോലി ഓർത്ത് ഭാരപ്പെടുന്ന, ജോലി നഷ്ടപ്പെട്ടവര്, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതാവണം, ഒരു വഴിത്തിരിവിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാകുന്നു വഴി, ഇതാകുന്നു രക്ഷ, ഇതാകുന്നു മാർഗമെന്ന് ഒരിക്കൽ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചതിനായി മുഖത്തൊടുക്കും പ്രാർത്ഥിക്കുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പോൾസൺ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തന്ന് കർത്താവിനോട് ഏറെ ഓടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുടേതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്കും ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു നിങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുവാനിടയായിത്തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.